ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിറർ ഇമേജ്, വാട്ടർ ഇമേജ് ഒക്കെ ഉൾപ്പെടുന്ന നോൺ വെർബൽ റീസണിങ്. അതിന് മുന്നേ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാൻ വരുന്നുണ്ടോ? കൃത്യമായിട്ട് കേൾക്കാൻ വരുന്നുണ്ടോ? ഒഡിബിൾ ആണോടാ? സെറ്റ് ആണോ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഗുഡ് ഈവനിങ് ആവണി. ഓക്കെ ആണല്ലോ അല്ലെ? ഒഡിബിൾ, ക്ലിയർ, എല്ലാം സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പതുക്കെ നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി ടോപ്പിക്. പ്രത്യേകിച്ച് ഓരോ കണ്ടന്റ് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉത്തരം പറയുന്നു, ഞാനത് മാർക്ക് ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം മിറർ ഇമേജ് എന്താ, വാട്ടർ ഇമേജ് എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും അതിന്റെ കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട്, എന്റെ ഒരു സമാധാനത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് വരാം. ശ്രദ്ധിക്കുക. അപ്പൊ നോർമലി ഈ മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ആദ്യം ഒന്ന് പറയട്ടെ, നോക്കണം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ എ എന്ന് പറഞ്ഞ ലെറ്റർ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പേര് എഴുതുകയാണ്, അഫെക്ഷൻ. സോ ഈ ഒരു വേർഡിന്റെ ഞാൻ മിറർ ഇമേജ് എടുക്കുന്ന സമയത്ത് എങ്ങനെ വരിക? ഓക്കെ, കുറച്ച് കുട്ടികളുണ്ട്, നോക്ക്. സോ മിറർ നമുക്ക് ഇവിടെ വെക്കാം, വേണമെങ്കിൽ ഇവിടെ വെക്കാം, ഇവിടെ വേണമെങ്കിൽ മിറർ വെക്കാം, വേണമെങ്കിൽ എനിക്ക് ഇവിടെ മിറർ വെച്ചൂടെ, തൊട്ട് താഴെ മിറർ വെച്ചൂടെ, എടാ എനിക്ക് ഏത് സൈഡ് വേണമെങ്കിൽ മിറർ വെച്ചൂടെ, ഇവിടെയും വേണമെങ്കിൽ മിറർ വെക്കാം അല്ലെ, വേണമെങ്കിൽ എനിക്ക് ടോപ്പിൽ വെക്കാം. എവിടെ വെക്കാം? ഈ ടോപ്പിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് വെക്കാം? മിറർ വെക്കാം. സോ മിറർ എവിടെ വെക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യനിൽ എവിടെയാണോ മിറർ കാണിക്കുന്നത് അവിടെ ആയിരിക്കും വരിക. നോർമലി ഈ റൈറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, 90% ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും കാണാം. എടാ ഈ താഴെ, ഈ മിറർ താഴെ വെക്കുന്നതിനെ പറയുന്ന പേരാണ് വാട്ടർ ഇമേജ്. സോ വാട്ടർ ഇമേജ് എന്ന പുതിയൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല, ഈ മിറർ ഇമേജ് തന്നെയാണ്. പക്ഷെ മിറർ എവിടെ കൊണ്ടുവന്ന് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ കൊണ്ടുവന്ന് വെക്കണം. സോ ഈ ഒരു കേസിൽ ഇവിടെയാണ് ഈ ഇമേജിനെ പറയുന്ന പേരാണ് വാട്ടർ ഇമേജ്. ബാക്കിയുള്ള ഏത് സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ പെർട്ടിക്കുലർ എന്തേ പറയുള്ളൂ? മിറർ ഇമേജ് എന്നേ പറയുള്ളൂ. ഇവിടെയും മിററാണ്, ഇവിടെയും മിററാണ്. താഴെ വെച്ച് കിട്ടുന്ന മിറർ ഇമേജ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിളിക്കും? വാട്ടർ ഇമേജ് എന്ന് വിളിക്കും. അതുവരെ ഓക്കെ ആണോ? സോ ഇനി ഒരു കാര്യം പറയാനുള്ളത്, അഫെക്ഷന്റെ മിറർ ഇമേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. ഈ എ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും ദൂരെ ആയിരിക്കുമല്ലോ, എഫ് എന്നുള്ളത് ഇങ്ങനെ ആവുമല്ലോ, അഫെക്ഷൻ എന്നുള്ളത് ഇങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ കാണുക അല്ലേ? അഫെക്ഷൻ, ശരിയല്ലേ? അഫെക്ഷൻ, സോറി, അങ്ങനെയല്ല, എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ? അഫെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൂരെയുള്ളവന്റെ ഇമേജ് ദൂരെ ആയിരിക്കും, അടുത്തുള്ളവന്റെ ഇമേജ് അടുത്തായിരിക്കും. സെറ്റ് അല്ലേ? സോ അടുത്തുള്ളവന്റെ ഇമേജ് അടുത്ത്, ദൂരെയുള്ളവന്റെ ഇമേജ് ദൂരെ. അങ്ങനെ ഏറ്റവും ദൂരെയുള്ള ആള് അങ്ങ് ദൂരെ ആയിരിക്കും ഉണ്ടാവും. സോ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സോ ഈ സ്വാഭാവികമായിട്ടും ഈ എ എന്ന് പറയുന്ന ലെറ്ററിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എ തന്നെയല്ലേടാ. പക്ഷെ വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ എ എങ്ങനെ വരും? ഈ ബേസ് പിടിച്ചിട്ട് തല കുത്തനെ വരും എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലായിരിക്കും. ശരിയല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. സോ ഓരോ ലെറ്ററിന്റെ മിറർ ഇമേജും വാട്ടർ ഇമേജും എഴുതാൻ അറിയുക എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മതി. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തുണ്ട് നമ്മുടെ മുന്നിൽ? ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാണാതെ എഴുതേണ്ട കാര്യമില്ലല്ലോ. ആ ഓപ്ഷനിൽ എടുത്തിട്ട് ചൂസ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഐഡിയ എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ഐഡിയ ഉണ്ടാവും. ഇപ്പൊ എൻ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ വാട്ടർ ഇമേജ് എന്ന് പറയുന്നത് എൻ അല്ല, എങ്ങനെ വരിക? ഇങ്ങനെയാണ് വരിക. ഇതല്ലേടാ കറക്റ്റ് എന്ന് പറയുന്നത്. സോ ഓരോ ലെറ്ററിന്റെയും വാട്ടർ മിറർ ഇമേജിൽ വരുന്നത്, ഇപ്പൊ എവിടെയാണോ എന്നിന്റെ മിറർ ഇമേജ് എൻ തന്നെ കാണിക്കുന്നത്, ആ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ അതാണ് ഇവിടുത്തെ ടാറ്റിക്സ്. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് കമന്റ് ബോക്സിൽ ഏതൊക്കെ ലെറ്ററിനാണ് ഇമേജ് പോലെ തന്നെ ഇതിന്റെ സെയിം ഇമേജ് തന്നെ മിറർ ഇമേജിൽ കിട്ടുന്നത് ഏതൊക്കെ ലെറ്ററിനാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ എ എന്ന് പറയുന്ന ലെറ്ററിന്റെ മിറർ ഇമേജും വാട്ടർ ഇമേജ് സെയിം ആണ്. പക്ഷെ ബി എന്ന് പറയുന്ന ലെറ്ററിന്റെ മിറർ ഇമേജ് എങ്ങനെയാ വരിക? ഇങ്ങനെയാണ് വരിക. ശരിയല്ലേ? സോ മിറർ ഇമേജും സെയിം ഇമേജും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഏതൊക്കെ ലെറ്റേഴ്സിനാണ് മിറർ ഇമേജ് സെയിം ആയിട്ട് വരുന്നത്? ജസ്റ്റ് ഒരു കമന്റ് ബോക്സ് പറയോ, ഏതൊക്കെ ലെറ്റേഴ്സിനാണ് മിറർ ഇമേജ് നോക്കുന്ന സമയത്ത് സെയിം ആയിട്ട് വരുന്നത്? പറ. പറഞ്ഞു, ആരെങ്കിലും കേട്ട് പറ, ഏതൊക്കെ ലെറ്റേഴ്സ് വരും? സോ ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്റർ ഉറപ്പാണ്, അത് വരും. അടുത്ത ലെറ്റർ പറ. HO. ഓക്കെ, ഗുഡ് ഈവനിങ് അശ്വിൻ. പറ, ഏതൊക്കെ ലെറ്റേഴ്സ് വരും? എ, ബി വരുമോ? സി വരുമോ? എടാ ആലോചിച്ച് പറ. അടുത്ത ലെറ്റർ ഏത് വരും? ACD, H. ഇനി H അല്ലേ വരിക? ബാക്കിയുള്ള ലെറ്റേഴ്സ് ഏതെങ്കിലും വരുമോ? G വരൂല, ഏതാണ്? F വരൂല, C വരൂല, D വരൂല, E വരൂല, ഒന്നും വരില്ലല്ലോ. അടുത്ത ലെറ്റർ ഏതാ? H കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാ? പറ.
ജസ്റ്റ് ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ചോദിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ഏതാ? എച്ച് കഴിഞ്ഞാൽ പിന്നെ ഓ ആണോ? ഐ വരൂലേടാ. ഓക്കെ, നെക്സ്റ്റ് എം വരും, അടുത്തത് ഒ വരും, പിന്നെ ടി വരും, പിന്നെ ഇത് വരും, യു വരും, പിന്നെ വി വരും. ഓക്കെ ആണോ? ഡബ്ല്യു വരും, എക്സ് വരും, വൈ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആണ് എഴുതെങ്കിൽ വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും ലെറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? മിറർ ഇമേജും സാധാ മിറർ ഇമേജ് സെയിം ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പറയുന്നത് ഇത്രയാണ്. അഹിമോട്ടു വി ഡബ്ല്യു എക്സ് വൈ. ഓക്കെ ആണോ? ഡബ്ല്യു എക്സ് വൈ. സെഡ് വരില്ലല്ലോ. സെഡ് എങ്ങനെ വരും? സെഡ് ഇങ്ങനെ വരും. ശരിയാണോ? സോ ഓരോ ലെറ്ററിനും അതിന്റേതായിട്ടുള്ള ഈ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഓരോ ലെറ്റേഴ്സ് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് മിറർ ഇമേജ് സെയിം ആയിട്ട് വരുന്നത്, മിറർ ഇമേജ് നോക്കുന്ന സമയത്ത് സെയിം ആയിട്ട് വരുന്നത്, ആ ഐഡിയ ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസിലേക്ക് കടന്നുകൂടെ? ക്വസ്റ്റ്യൻസിലേക്ക് കടന്നുകൂടാ? ക്ലിയർ? ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് പിക്ചർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെ വരാം? പിക്ചർ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിക്ചർ റിലേറ്റഡ്, പിന്നെ നമ്പർ റിലേറ്റഡ്. ഓക്കെ, നമ്പർ റിലേറ്റഡ്, പിന്നെ വേർഡ് റിലേറ്റഡ്. എന്താണ് വേർഡ് റിലേറ്റഡ്? സോ വേർഡ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. സോ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഐഡിയാസ് സെയിം തന്നെയാണ്. ദൂരെയുള്ള ആളുടെ ഇമേജ് ദൂരെയായിരിക്കും, അടുത്തുള്ള ആളുടെ ഇമേജ് അടുത്തായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാലോടാ. നോക്ക്, ഉത്തരം പറഞ്ഞോ. ഇതിൽ ഏത് ഓപ്ഷൻ വരും പറഞ്ഞാൽ മതി. ഫസ്റ്റ് പറഞ്ഞോ, ഇതിൽ ഏത് ഉത്തരം വരും? ഡ്രീം. ഡ്രീം എന്ന് പറയുന്നത് അതിന്റെ മിറർ ഇമേജ്, കാരണം ഇവിടെ മിറർ ഇമേജ് ആണ് ചോദിച്ചത്. മിറർ ഇവിടെ വെച്ചു. വാട്ടർ ഇമേജ് ആണെങ്കിൽ വാട്ടർ ഇമേജ് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരും. സോ അത് രണ്ടും ആദ്യം കൺഫ്യൂഷൻ മാറ്റുക. ഏത് മിറർ ഇമേജ് ആണോ വാട്ടർ ഇമേജ് എന്താണോ എന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മാത്രം നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. പറ, ഡ്രീമിന്റെ ഏത് ഉത്തരം വരും? ഓപ്ഷൻ വരും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ? ഓക്കെ, 4 3 സെയിം ആണോ? 4 3 സെയിം അല്ലെ? സോ ഡ്രീം, ഡി എവിടെ വരും? ഇവിടെ വരും അല്ലെ? ആർ എവിടെ വരും? അവിടെ ഇങ്ങനെ വരും. ഇ എന്നുള്ളത് ഇങ്ങനെ വരും, എ എന്നുള്ളത് ഇങ്ങനെ വരും, എം എന്നുള്ളത് എങ്ങനെയാ? എം എന്നുള്ളത് എം തന്നെ. സോ ഇതിൽ ഏത് ഓപ്ഷൻ വരും? ഡ്രീം. ഇത് ശരിയാണ്, ഇതും ശരിയാണല്ലോ. സോ ഓപ്ഷൻ രണ്ടെണ്ണം ഒരേപോലെ വരുന്നു അല്ലെ? സോ ഇതെന്തായാലും തെറ്റാണ്. ഈ ഇവിടെ വരുന്നുണ്ട്, ഇതും തെറ്റാണ്. സോ രണ്ട് ഓപ്ഷൻ ശരിയാണ്. നെക്സ്റ്റ് ചെയ്തോ. ഓക്കെ, ഏതുത്തരം വരിക? ഓപ്ഷൻ 1 ആണ് വരിക അല്ലെ? നോക്ക്, എൻ എങ്ങനെ വരും? എൻ എന്നുള്ളത് ഇങ്ങനെ വരും, സോറി ഇങ്ങനെ വരും. അടുത്തത് ഇ എങ്ങനെ വരും? ഇ എന്നുള്ളത് എങ്ങനെയാണ് വരിക? എൻ ഇ. ഡബ്ല്യു എന്നുള്ളത് കോമൺ ആണ്. എസ് എന്നുള്ളത് മാറും. എസ് എന്നുള്ളത് മാറി കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് വരിക. സെറ്റ് അല്ലേ? എസ് ഡബ്ല്യു ഇ എൻ. ഓക്കെ, നെക്സ്റ്റ് ഇതും വരും അല്ലെ? 4 വരും 1 വരും. രണ്ട് ഓപ്ഷൻ ചിലത് അങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ നോക്ക്. നെക്സ്റ്റ് ഡി അല്ലെ? എടാ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് പറയട്ടെ. വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, ജെ ഇങ്ങനെ വരും, ഇങ്ങോട്ട് തിരിയും. ഇ എന്നത് എങ്ങനെ വരും? ഇങ്ങനെ വരും. ജെ ലെസ് ഇങ്ങനെ വരും. എ എൽ ഒ യു എസ്. ഓപ്ഷൻ ഡി. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഡി അല്ലേ? വേറെ കൺഫ്യൂഷൻ ഇതൊന്നും ഇങ്ങനെ എഴുതി നോക്കണ്ട കേട്ടോ. നിങ്ങൾ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാം? ജെ എന്നുള്ളത് ലാസ്റ്റ് ആയിരിക്കും വരിക. ജെ എന്നുള്ളത് ലാസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഒഴിവാക്കാം? ഇതും ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം. ബാക്കി ഇത് രണ്ടും അല്ലേ ഉള്ളൂ. ഇത് രണ്ടിലും ഏതാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്? ഡിഫറെന്റ് ആയിട്ടുള്ളത് ഈ എസ് നോക്കിയാൽ പോരെ. എസ് അറിയാം, കാരണം നിങ്ങൾക്ക് അറിയാം മിറർ ഇമേജ് എന്തായാലും മാറും. സോ ഇതും ക്യാൻസൽ ചെയ്യാം. ഓൺലി 1 ഓപ്ഷൻ. അല്ലാണ്ട് ഓരോന്നും തെരഞ്ഞു പിടിച്ച് എഴുതൊന്നും വേണ്ട. ഓരോന്ന് ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി? എവിടെയാണോ ഡിഫറൻസ് വരുന്നത്, എവിടെയാണോ ചേഞ്ച് വരുന്നത്, അത് ചൂസ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് നമ്പർ റിലേറ്റഡ് ആണ്, ചെയ്തോ.
ചെയ്തോ? ഏതാണ് വരിക? ഓപ്ഷൻ 4. സോ 3 ലാസ്റ്റ് വരണം. സോ ഫസ്റ്റ് വരില്ല, ഓപ്ഷൻ 1 ക്യാൻസൽ ചെയ്തു. ബാക്കി 6 എങ്ങനെ വരും? 6 നേരെ തല തിരിയും. ഈ 6 പോലെ തന്നെയാണോ വരിക? 6 പോലെ അല്ല, ഇതും മാറി. ഇനി ഇതും പെൻഡിങ് ആണ്. 8 6 എവിടെയാ ചേഞ്ച് വരുന്നത്? 2 1 3 1 2 5 6 8 ഏതൊക്കെ വരും? 8 വന്നു, 6. ഓക്കെ. സോ 6 കഴിഞ്ഞാൽ പിന്നെ 5 അല്ലേ? ഇവിടെ 6 കഴിഞ്ഞാൽ പിന്നെ 5, ഇവിടെ 6 കഴിഞ്ഞാല് 5 എങ്ങനെയാ വന്നേ? 5 2 1 3 ഇത് രണ്ടും സെയിം അല്ലേടാ? ഓക്കെ, ഇതിൽ ഇത് വരും അല്ലെ? ഇതും ഓക്കെ ആണോ? ഇതും സെയിം ആണ്. സോ 2 ഓപ്ഷൻ വരും. നെക്സ്റ്റ്, ഇവിടെ ചോദിച്ചത് റൊട്ടേറ്റ് ദ മിറർ ഇമേജ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. സോ ഇവിടെ ഇമേജ് തന്നിട്ടുണ്ട്. ഇവിടെ ഇമേജ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിപ്പോ ബ്ലാങ്ക് എന്ന് വിചാരിക്കും. ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിന്റെ മിറർ ഇമേജ് എഴുതുക. എന്നിട്ട് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ബി എന്നുള്ളത് ഇങ്ങനെ വരും അല്ലേ? സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ 2 ആണ് വരിക. സെറ്റ് അല്ലേ? കണ്ടന്റ് മനസ്സിലായില്ലേ? സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് SSC പോലത്തെ എക്സാമിന്, റെയിൽവേ പോലത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഓവർ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ അല്ലേ വരിക? വേറെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ. 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം വരും? സോ ബി എന്നുള്ളത് ഇങ്ങനെയല്ലേ? ബി എന്നുള്ളത് 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചാല് 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചാൽ ഒന്നും കൂടെ തിരിക്കുക. അപ്പൊ ഇത് വരും ബി തന്നെ വരും. അങ്ങനത്തെ ഓരോ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. സെറ്റ് ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? നെക്സ്റ്റ്, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് ചെയ്തോ. Rotate the mirror image 90 degree anti-clockwise. ഓക്കെ, 3 3 3 3 ഓപ്ഷൻ. സോ ഇതെന്നാ ഇമേജ് ഇങ്ങനെ തിരിച്ചാൽ മതി അല്ലെ? 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ എന്താവും? 7 എന്നുള്ളത് ഇങ്ങനെയാവും. ഓപ്ഷൻ 3 വരും. സെറ്റ് അല്ലേ? നെക്സ്റ്റ്, പറ മിറർ ഇമേജ്. ഏത് വരും? ഓക്കെ. സോ ബോക്സ് അങ്ങനെ തന്നെ, അടുത്തുള്ളവൻ അടുത്തും ദൂരെയുള്ളവൻ ദൂരെയും. സോ ഇവിടെ എന്ത് വരും? ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ സർക്കിൾ ആണ് വരിക അല്ലെ? ഇവിടെ സർക്കിള് 2 ഡോട്ട്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായാലും വരില്ല, ഇതെന്തായാലും വരില്ല. ഇതും ഇതിൽ എത്ര ലൈൻ ഉണ്ട്? 1 2 3. സോ ഇതും ക്യാൻസൽ ചെയ്യാം. എത്ര ലൈനേ പാടുള്ളൂ? 2 ലൈനേ പാടുള്ളൂ. സോ ഇതായിരിക്കും ഓപ്ഷൻ 2 ആയിരിക്കും. സെറ്റ് അല്ലേ? നെക്സ്റ്റ്, ചെയ്. ഓക്കെ, 8 തന്നെ അല്ലേ? 9 എന്നുള്ളത് തിരിയും. 8 ഇവിടെ വരും, 8 ഇവിടെ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. വേറെ ഒന്നും നോക്കണ്ട. ഇവിടെയൊക്കെ ഓപ്ഷൻ ആദ്യമാണ് ഇട്ടുള്ളത്. ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ്, മിറർ ഇമേജ് പറ. മിറർ ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം. ഏത് വരൂടാ? വെരി ഗുഡ്. ഏതാ വരിക? N.
എന്നത് എങ്ങനെ വരും? ഇങ്ങനെ വരും. NATION. എങ്ങനെ വരും? N ഇങ്ങനെ തന്നെ വരും. സോ ഇത്രയും നോക്കിയാൽ പോരെ. NATION. L ഇങ്ങനെ വരൂല. സോ ഓപ്ഷൻ 2 അല്ലേ? ഇവിടെയോ NAT. ടി എന്നാൽ ഇങ്ങനെ വരൂല. NATIO. N മാറും. N മാറി കഴിഞ്ഞാൽ ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. മറ്റേ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ നമ്പർ 2. സെറ്റ് അല്ലേടാ? സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല, കഴിഞ്ഞു തോന്നുന്നു. ഇനിയിപ്പം ഇനി വാട്ടർ ഇമേജസ് ആണ്. ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാട്ടർ ഇമേജ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സോ 1 ചെയ്തോ. ഫ്ലഡ്സിന്റെ വാട്ടർ ഇമേജ് ഇതിൽ ഏത് വരും? പറ. വെരി ഗുഡ്. സോ പി എന്നുള്ളത് എങ്ങനെയായിട്ടുണ്ടാവും? ഇങ്ങനെ ആയിട്ടുണ്ടാവും. ശരിയല്ലേ? എൽ എന്നുള്ളതോ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഈ അങ്ങനെ തന്നെ. ഇയോ ഈ എങ്ങനെയാ വരിക? ഈ സോ 4 വരിക. എടാ ഈ മാറുവോ? ഈ മാറൂലേ? സോ ഈ മാറോ? ഈക്ക് വലിയ മാറ്റൊന്നും വരില്ലല്ലോ. ഈ മാറിയിട്ടില്ലേ? സോ ഇതെന്തായാലും വരൂല. സോ ഡി എങ്ങനെയാ? ഡി ഇങ്ങനെ തന്നെ. ജി എങ്ങനെ വരും? ജി ഇങ്ങനെ വരും അല്ലെ? ഈ പോലെ വരും. ഈ എന്നുള്ളത് അങ്ങനെ തന്നെ. സോ ഇതിൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ 3. സോ ഈ നോക്കണം കേട്ടോ. ഈ നോക്കിയാൽ തന്നെ ഇതൊക്കെ ഒഴിവാക്കാം. ഈ മാറൂല. ഈക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ ആണോ? സോ ഇത് കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആവണി ആസ്പിരന്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോടാ? ക്ലിയർ ആണോ? സോ ചേഞ്ച് വാട്ടർ ഇമേജ് വരുമ്പോ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ചില ലെറ്റേഴ്സിന് യാതൊരു മാറ്റവും വരില്ല. ഓക്കെ ആണോടാ? വാട്ടർ ഇമേജിന്റെ കേസിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. മിറർ ഇമേജ് ചെയ്യുമ്പോൾ അല്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഈ എന്ന് പറഞ്ഞ ലെറ്ററിന് യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് തലയിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഇപ്പൊ ഈ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ ബേസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ എന്താണോ ബേസ് ആയിട്ട് വരുന്നത് അത് ടോപ്പ് ആയിട്ട് വരും അല്ലെ? പിന്നെ നേരെ പിടിച്ച് തല താഴ്ത്തി ഇടുക. വേറെ അല്ലാണ്ട് വേറെ ഒരു ചേഞ്ചും വരില്ല. ഇപ്പൊ ഡി ഒക്കെ ആണെങ്കിൽ ഡിന്റെ വാട്ടർ ഇമേജ് എന്താ? ഈ പോയിന്റ് അങ്ങനെ തന്നെ ഡി തന്നെ ആയിരിക്കും വരിക. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇതേപോലെ ഡിക്കൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നെക്സ്റ്റ് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 2 പറ. ഇത് തെറ്റുണ്ടോ? ഹെൽപ്പ് അല്ലേ വേണ്ടത്? HELP. സോ ഇത് നേരെ താഴ്ത്തിയിട്ട് എങ്ങനെ വരും? ഇത് എച്ച് മാറൂലേ? എച്ച് ചേഞ്ച് ഇല്ലേ? ബാക്കി നോക്കി കഴിഞ്ഞാലോ ഈ അങ്ങനെ തന്നെ, എല് മാറും, പി ഇങ്ങനെ തന്നെ വരും അല്ലെ? ഇങ്ങനെയല്ലേ വരിക എച്ച്? ഈ എച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ശരിയാക്കാനുണ്ട്. എച്ച് ഇങ്ങനെയല്ലേ വരേണ്ടത്? എച്ച് ഇങ്ങനെയാണ്. ഇതിൽ ഉത്തരം ഉണ്ടാവില്ല. എച്ച് ഇങ്ങനെയാണ് വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ റെഡിയാ. എച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെറ്റേഴ്സ് എങ്ങനെ വരും? ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇ എന്നുള്ളത് ഇങ്ങനെ വരും. ഈ ഉള്ള ബാക്കിയൊക്കെ കറക്റ്റാ. ഇ ഇങ്ങനെ വരും, 6 പോലെ വരും, എൽ ഇങ്ങനെ, പി ഇങ്ങനെ. സോ ഇതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതുമല്ല, 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 ഇതുമല്ല. എച്ച് മാത്രം നോക്കണം. എച്ച് എന്നുള്ളത് കൃത്യമായിട്ട് മാറുണ്ടോ? ഇവിടെയും എച്ച് ഇങ്ങനെയല്ല. ഇത് 4 എടുത്തും ഒരേപോലെയാ. സോ എച്ച് എങ്ങനെയാ വരേണ്ടത്? എച്ച് ഇതേപോലെയാ വരേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എടാ? റെഡി ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, റെഡി. അതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം എന്തുകൊണ്ടാ? ഡി എന്നുള്ളത് മാറൂല. സോ ഇവിടെ ഡിക്ക് ചേഞ്ച് ഉണ്ട്. ഇനി എവിടെയാ ഡി ചേഞ്ച് ഉള്ളത്? സോ എൽ എന്നുള്ളത് എല് ഈ അറ്റത്തേക്കായിരിക്കോ? എല് ഇങ്ങോട്ടേക്കായിരിക്കൂലേ? സോ ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള റിമൈനിങ് ഓപ്ഷൻ ഓൺലി 1 സെക്കൻഡ് ഓപ്ഷൻ. സെറ്റ് അല്ലേ? സോ ശ്രദ്ധിച്ച് നോക്കടാ, ശ്രദ്ധിച്ച് നോക്ക്, തെറ്റിക്കരുത്. സംഭവം തെറ്റിക്കരുത്. ഓക്കെ, തെറ്റിക്കരുത്. രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ വരിക? ഇതെങ്ങനെയാ വരിക? ഡോളർ. ഈ ആർ എന്നുള്ളത് എങ്ങനെയാ വരിക? ആർ എന്നുള്ളത് ഇങ്ങനെയല്ലേ വരിക? ആർ ഇങ്ങനെയല്ലേ? സ്ട്രെയിറ്റ് ലൈൻ നോക്കടാ. കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഇത് മാത്രം നോക്കിയാൽ മതി. ഈ എൻഡ് ഇവിടെ പിടിച്ച് നേരെ ഇവൻ പിടിച്ച് തല താഴ്ത്തിയിട്ട് എങ്ങനെ ഉണ്ടാവും? ഈ എൻഡ് ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. മിറർ ഇമേജ് ഇവിടെ മിറർ വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാവുള്ളൂ. അപ്പൊ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പോയിന്റ് പിടിച്ചിട്ട് നേരെ തല പിടിച്ചിട്ട് നേരെ താഴ്ത്തുക. തല പിടിച്ച് താഴ്ത്തി എങ്ങനെ ഉണ്ടാവും? ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ആറ് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരും. ശരിയല്ലേ? സോ കൺഫ്യൂഷൻ ഒഴിവാക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സെറ്റ് ആണോ? സോ ആർ ഇങ്ങനെ തന്നെ, എ എങ്ങനെ വരും?
എ എന്നുള്ളത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ബാക്കി എൽ എന്നുള്ളത് എങ്ങനെയാ? ഇങ്ങനെ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഡി എന്നുള്ളത് ഇങ്ങനെ തന്നെ, ഡോളർ. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോടാ? അവണി ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? നെക്സ്റ്റ് ഉത്തരം പറഞ്ഞു. പറ, ഏത് ഓപ്ഷൻ വരും? ഈ പി എന്നുള്ളത് ഇങ്ങനെ ആവില്ല, സെക്കൻഡ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. വേറെ ബാക്കി എന്തൊക്കെ വരാം? ഇ എന്നുള്ളത് എങ്ങനെ വരും? ഇങ്ങനെ വരും. സോ ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. ഇനി ഇതും പെൻഡിങ്. ഇനി എൻ എങ്ങനെ വരും? എൻ എന്നുള്ളത് സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും ഒഴിവാക്കാം. സോ ഓൺലി ഓപ്ഷൻ നമ്പർ 1. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഏതൊക്കെ വരും വരാണ്ടിരിക്കും നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? മെത്തേഡ് ഓക്കെ അല്ലേടാ? മെത്തേഡ് ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ വരുന്നത് കൃത്യമായിട്ട് എഴുതി നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എവിടെയാണോ ചേഞ്ച് വരുന്നത്, ഇപ്പൊ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു ലെറ്റർ നോക്കിയാൽ മതി, ഓപ്ഷൻ ഒഴിവാക്കുക. അങ്ങനെയാണ് മിറർ ഇമേജിന്റെയും വാട്ടർ ഇമേജിന്റെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റാൻ ചാൻസ് കുറവാ. അല്ലാതെ നിങ്ങൾ എല്ലാം എഴുതി നോക്കിയിട്ട് പെറുക്കി എടുക്കുകയാണെങ്കിൽ, ഓപ്ഷൻ എല്ലാം നോക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈമും വേണം, തെറ്റുകയും ചെയ്യും. ഓക്കെ ആണല്ലോ അല്ലെ? സോ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയേ. ഈ ഒരു ഐഡിയ വെച്ച് ചെയ്താൽ മതി, തെറ്റത്തില്ല. ഓരോ ചേഞ്ച് എവിടെയാണോ വരുന്നത് ഓപ്ഷൻ എടുത്ത് നോക്കുക, ചേഞ്ച് വരുന്നതെന്ന് മാറ്റിയാൽ മതി. അടുത്തത്, വാട്ട് വിൽ ബി ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഗിവൺ ഡയഗ്രാം? സോ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ മിറർ ഇമേജ് ഇതിൽ ഏത് വരും? ഏതാണ്? അത്രേ ഉള്ളൂ. ഏതാ വരിക? 2, സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഏതാടാ വരിക? ഇത് വരും 9. 9 എങ്ങനെ വരും? 9 നേരെ തിരിയും. 6, 1 ഏതാ വരിക? സി. 4 പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടോ? എവിടെയാ ചേഞ്ചസ് വരുന്നത്? സോ 2 എന്നുള്ളത് തലതിരിയും. 2 എന്നുള്ളത് തലതിരിഞ്ഞാൽ എങ്ങോട്ട് വരൂടാ? കൊളുത്ത് ഇങ്ങോട്ടേക്ക് വരും. കൊളുത്ത് ഇങ്ങോട്ട് വരുന്ന കഴിഞ്ഞാൽ ഇതെന്തായാലും ഒഴിവാക്കാം, ഇതും ഒഴിവാക്കിക്കൂടെ? അല്ല, ഇത് ബാക്കിയൊക്കെ വരാം. ഇനി ബാക്കിയുള്ളതോ? 8 നോക്കി കഴിഞ്ഞാൽ കാര്യമില്ല. 4ഓ? 4 ഇത് ഒഴിവാക്കാം. ബാക്കി ഇത് രണ്ടും റിമൈനിങ് ഓപ്ഷൻ. സോ ഇവിടെ എവിടെയാ ചേഞ്ച് വരുന്നത്? 6, 6, 1, 1, 8, 8, 4, 4. ഇതും സെയിം ആണ്. ഈ മൂന്നും നോക്കിയാൽ മതി. ഇവിടെ എന്താണ്? ഇവിടെ ഈക്വലി ഉള്ള 3 ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ 3 വരും. ഈക്വലി ഉള്ള 3 ഏതാ? ഓപ്ഷൻ 2. സെറ്റ് അല്ലേ? മനസ്സിലായോ? എടാ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൺഫ്യൂഷൻ വരും കേട്ടോ. ഇതും കൺഫ്യൂഷൻ വരും. ബാക്കിയുള്ളതൊക്കെ സെയിമാ. 8 ഒക്കെ സെയിം. പക്ഷെ 3 എന്നുള്ളത് ചേഞ്ച് ഉണ്ടോ? വലുതാണോ? ഈക്വലി ഉള്ള 3 അല്ലേ? അങ്ങനെ ഇവിടെ കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. ഇങ്ങനെയല്ലേ ഉള്ളത്? സോ ഈക്വലി ഉള്ള 3 നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ഇത്രയും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല, അത് വേറെ കാര്യം. ഇവിടെ രണ്ടിടത്ത് ഓപ്ഷൻ ഒരേപോലെ വന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഏതാടാ വരിക?
ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? രണ്ട് ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ പരിപാടി നിർത്തും. ഇതും കൂടെ പറഞ്ഞോ, ബാക്കി നമുക്ക് അടുത്ത നോൺ വെർബലിലേക്ക് പോകാം. ഈസിയാണ്, വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാനില്ല. ഇതും കൂടെ പറ. പറ. ഓക്കെ, ഏതാ വരുന്നത്? ഓപ്ഷൻ 1. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോടാ? മിറർ ഇമേജ് വാട്ടർ ഇമേജ് സെറ്റ് ആണോ? മിറർ ഇമേജ് വാട്ടർ ഇമേജ് സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സ് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോൺ വെർബൽ റീസണിംഗിലേക്ക് പോവാം. ഇത്രയുള്ളത് വളരെ ഈസിയാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഒന്നുകൂടെ പറയണോ? ക്ലിയർ. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോ പേപ്പർ കട്ടിങ്. സോ ഇതിലധികം ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ പേപ്പർ കട്ടിങ് വന്നു കഴിഞ്ഞാലും ഈ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് ഈ ഒരു പേപ്പർ, ഇതിപ്പോ ഒരു പേപ്പർ ആണ്. ഈ പേപ്പറിനെ ഞാൻ ഇങ്ങനെ മടക്കുമ്പോൾ കാണുന്ന ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനുള്ളത് മടക്കി, ഇപ്പൊ ഇങ്ങനെയായി. ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നിങ്ങൾ കാണുന്ന ഇമേജ് ആണ് ഇങ്ങനെ. ഇവിടുന്ന് ഇങ്ങോട്ടോ മടക്കി. അപ്പൊ ഈ ലാസ്റ്റ് ഇമേജ് കാണുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് ഞാനൊരു കട്ട് ചെയ്താല്, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. ഇതിപ്പോ നോർമലി എങ്ങനെ കാണും? വലിയൊരു പേപ്പർ ഇവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും തരുന്നുണ്ടാവുക. എങ്ങനെ? ആദ്യം ഇവിടെ ഒരു ഡോട്ട് വരും, പിന്നെ ഇവിടെ ഡോട്ട് വരും. എന്നിട്ട് ഇവിടെ ഞാനിപ്പോ ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പൊ സ്ക്വയർ പോലെ കട്ട് ചെയ്താൽ ഇത് നിവർത്തുന്ന സമയത്ത് എക്സാക്ട്ലി എന്താ സംഭവിക്കുക? ഇത് നിവർത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയ കട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യാം? ഇവിടെ ഉണ്ടാക്കിയ കട്ട് ഇങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യാം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിവർത്തുമ്പോൾ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് നമ്മൾ മിറർ ഇമേജ് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? മിറർ ഇമേജ്, ശരിയല്ലേ? നേരെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നിവർത്തി കഴിഞ്ഞാൽ മിറർ ഇമേജ് ആയിരിക്കും. ഇത് നേരെ ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ നിവർത്തി കഴിഞ്ഞാലോ എടാ നമ്മൾ കാണുന്നത് എന്താണ്? ഇങ്ങോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു പേപ്പർ എടുത്താൽ ഈ പേപ്പർ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ ഒരു സ്ക്വയർ പോലെ ഒരു കട്ട് ഉണ്ടാവും, ശരിയാണോ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇമേജ് എന്താ? വാട്ടർ ഇമേജ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച സെയിം കാര്യം തന്നെയായിരിക്കും ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? സോ കൺഫ്യൂഷൻ അടിക്കേണ്ട. ബാക്കിയുള്ള മിറർ ഇമേജ് വാട്ടർ ഇമേജിന്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കും. അടുത്തൊരു പോയിന്റ്. ഇപ്പോ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇത് മടക്കി, ഇവിടെ ഞാൻ ഇങ്ങനെ ലൈൻ ഇട്ടു, ഇവിടെ ഇങ്ങനെ ലൈൻ ഇട്ടു. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ ഇട്ടു എന്ന് വിചാരിക്കും. ഇനി ഈ സർക്കിൾ നിവർത്തി കഴിഞ്ഞാൽ എവിടെ വരും? ഇവിടെ ഒരു സർക്കിൾ വരൂലേ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാലോ? ഇത് ഇങ്ങോട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ വരും, ഇവിടെ ഒരു സർക്കിൾ വരും, ശരിയാണോ? ഇനി ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് വരും. ചേഞ്ച് വരുത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടു. അങ്ങനെ എങ്ങനെ വരും? ഇവിടെ ഇങ്ങനെ ഡോട്ട് വരും, ഇങ്ങനെ വരും. അപ്പൊ ലാസ്റ്റ് ഇമേജ് എങ്ങനെ വരും? പേപ്പർ നിവർത്തി കഴിഞ്ഞാൽ രണ്ട് സർക്കിൾ ഇവിടെയും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ബാക്കിയുള്ളത് ഇങ്ങനെ വരും. സോ ഇത്രയുള്ള പോയിന്റ്. സോ ഓരോ കട്ട് വരുന്നതനുസരിച്ച് അവസാനം പേപ്പർ ഇത്രേ തരുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ വലിയൊരു പേപ്പറിന്റെ കട്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ വരും, ഇവിടെ സർക്കിളും വരുള്ളൂ. ഇത് നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ ആണോടാ? പോയിന്റ് ഓക്കെ ആണോടാ? ക്ലിയർ ആണോടാ? ക്ലിയർ. സോ പേപ്പർ കട്ടിങ്ങിലും ഇതേ ഐഡിയ തന്നെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. സെറ്റ് അല്ലേ? ആരും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? സോ ഈ ഒരു ഐഡിയയും കൂടെ ജസ്റ്റ് മൈൻഡിൽ വെക്കുക, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പേപ്പർ കട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഒന്നുകൂടെ, അശ്വിന് ഒന്നുമില്ല, പേപ്പർ കട്ടിങ്ങിലേക്ക് വരുന്ന സമയത്തേ എടാ ഒന്നുകൂടെ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാനൊരു വലിയൊരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പർ ഞാൻ ഇങ്ങ് മടക്കി, ഇവിടേക്ക് അങ്ങ് മടക്കി, ഞാൻ സെന്റർ മടക്കി, പേപ്പർ എടുത്ത് ഞാൻ ഇങ്ങനെ സെന്ററിലേക്ക് മടക്കി. ഓക്കെ ആണോ? ഇനി ഞാൻ എന്ത് ചെയ്തു? ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് മടക്കുമ്പോൾ ഈ പേപ്പർ ഇത്രയും മാറി. ഇപ്പൊ ഈ ഡോട്ട് ഇട്ടു, ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ ഒരു കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഇവിടെ ഞാനൊരു കട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ നിവർത്തുന്ന സമയത്ത് ഇതിന്റെ മിറർ ഇമേജ് ഇങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യും. ഇനി ഞാനിത് മോളോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ എന്താടാ വരിക? മോളോട്ടേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ്, ഈ ഒരു ഇമേജിന്റെ വാട്ടർ ഇമേജ് ആണ് മുകളിലോട്ടേക്ക് വരിക. അപ്പോൾ അറ്റ്ലാസ് ഈ ഇമേജ് കംപ്ലീറ്റ്ലി നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഈ ഇമേജ് ഇങ്ങനെയാണ് വരിക. ഇനി ഞാൻ ഇത്
നിവർത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സർക്കിൾ ഇട്ടിരുന്നെങ്കിൽ ഈ സർക്കിൾ എവിടെ റിപ്പീറ്റ് ചെയ്യും? ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഇനി മുകളോട്ടേക്ക് നിർത്തുമ്പോൾ ഇതിന്റെ വാട്ടർ ഇമേജ് എവിടെ വരും? ഇവിടെ വരും. ഇവിടെ വരുമ്പം ഇവിടെ വരും. ഇനി ടോപ്പ് എൻഡിൽ ഇവിടെയാണ് വരുന്നെങ്കിൽ അറ്റ്ലാസ്റ്റ് ഇതേ ഈ 4 മൂലയിൽ വരും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് അശ്വനെ പറഞ്ഞത്. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടാക്കേണ്ട പോയിന്റ് ഒന്നുമില്ല. മിറർ ഇമേജ് എവിടെയാണ്, വാട്ടർ ഇമേജ് എവിടെയാണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങോട്ടേക്ക് നിവർത്തുമ്പോഴും അങ്ങോട്ടേക്ക് നിവർത്തുമ്പോഴും മിറർ ഇമേജ് ആണ്. ടോപ്പിലേക്ക് നിവർത്തുമ്പോഴും ബോട്ടത്തേക്ക് നിവർത്തുമ്പോഴും അതെന്താണ്? വാട്ടർ ഇമേജ് ആണ്. ആ ഐഡിയ വെച്ചിട്ട് നോക്കുക. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ പേപ്പർ കട്ടിങ്ങില് ഇത് എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. അവിടെ ഇവിടെയുമായിട്ട് വേറെ സർക്കിൾസ് ഒന്നും കാണൂല. ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെയും ഇവിടെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇവിടെ ഇതുള്ളത് തന്നെ ഇങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്തു. സോ ഒരു ഷേപ്പ് കിട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരുപാട് വേറെ റോക്കറ്റ് സയൻസ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ ആണോ? കണ്ടന്റ് ഓക്കെ ആണോ? അടുത്തത് എന്തിലേക്ക് പോവാം? നമുക്ക് നോൺ വെർബൽ ഫിഗർ സീരീസിലേക്ക് പോവാം. കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിഗർ സീരീസ് ആണ്. അതിലേക്ക് പോകാം. ഇതുവരെ ഓക്കെ ആണോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണല്ലേ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫിഗർ സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ഉത്തരത്തരം പറഞ്ഞു പോയാൽ മതി. നോക്ക്, നോൺ വെർബൽ റീസണിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും, ചെയ്തോ. ഏത് ഓപ്ഷൻ വരും? 1, 2, 3. അടുത്തതാണ് കമന്റ് ചെയ്യേണ്ടത്. അടുത്തത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് ഉത്തരം പറ. സോ ഫസ്റ്റ് ഓപ്ഷൻ എ. ഇനി ഓരോന്ന് ഓപ്ഷൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ഇത് എ ആണ്. സോ എല്ലാത്തിലും ബി സി ഡി എഴുതിയിട്ടുണ്ടാവില്ല. സോ എ ബി സി ഡി. ഇനി ഈ രീതിയിലാണ് നിങ്ങൾ നെക്സ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസും പറയേണ്ടത് കേട്ടോ. പറഞ്ഞു, അതിൽ ഏത് ഓപ്ഷൻ വരും? ആലോചിച്ച് നോക്കിയാൽ മതി. ആലോചിച്ച് ചെയ്യും. പേപ്പർ ഫോൾഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യാത്തത്? ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ കട്ടിംഗ് ഫോൾഡിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ ആണ് പറഞ്ഞു തന്നത്. പിന്നെ നോർമലി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് കൂടെ കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ മിഥിലാജ്? പിന്നെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല. ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഐഡിയ വെച്ച് നീ എന്ത് ചെയ്യാം? മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. മിഥിലാജ് ക്ലിയർ ആണോടാ പോയിന്റ്? Select the figure that will come next in the following figure series. Okay. Okay, sir. Okay. So, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നോക്ക്, ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ചേഞ്ചസ് എവിടെയാണോ വരുന്നത് അവിടെയാണ് നിങ്ങൾ നോക്കി കാണേണ്ടത്. ചേഞ്ചസ് എന്താണ് ചേഞ്ചസ് കൊണ്ട് അർത്ഥാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്ക്, ചേഞ്ച് വരുന്നത് ഇവിടെയുള്ള സെന്റർ പാർട്ട് ഇവിടെ ഉള്ളതല്ല ഇവിടെ കാണുന്നത്. മീൻസ് റൊട്ടേഷൻ വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? റൊട്ടേഷൻ വരുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? റൊട്ടേഷൻ എന്താണ്, റൊട്ടേഷൻ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഇങ്ങനെയായി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്, നെക്സ്റ്റ് എങ്ങോട്ട് തിരിയണം? 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്, 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയുന്നത്. 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയുന്നത് എന്നുള്ള കാര്യം ഡൗട്ട് ഇല്ല. കാര്യം അത് സെറ്റ് ആണ്, ആന്റി ക്ലോക്ക് വൈസ്. സോ ഈ രീതിയിൽ തിരിയുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ എന്തായാലും ക്യാൻസൽ ചെയ്യാം. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്ക്, ഇവിടെ ഡാർക്കൻ ചെയ്ത എന്ത് വരുന്നുണ്ട്? സർക്കിൾ വരുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഡാർക്കൻ ചെയ്ത സർക്കിൾ വരുന്നുണ്ട്. അടുത്തേക്ക് എത്തിയ സമയത്ത് എന്തായി? ഒന്നും കൂടെ ഉള്ളിലേക്ക് വന്നതായിട്ട് കണ്ടു. അടുത്തയിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഉള്ളിലേക്ക്, വീണ്ടും ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് മാറ്റം വരുന്നുണ്ട്. അതാണ് ചേഞ്ചസ് നോട്ടീസ് ചെയ്യാൻ പറയുന്നത്. എവിടെയാണോ ചേഞ്ച് വരുന്നത് ആ ചേഞ്ചിന് അങ്ങ് എന്ത് കൊടുക്കുക? കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന സമയത്ത് എന്ത് വരണം? ഇവിടെ നിന്ന് ഒന്നും കൂടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഷെയ്ഡ് വേണ്ടത് ഏതാടാ? ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയല്ലേ വരേണ്ടത്? ഇവിടെ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് വേണ്ടേ? ഇവിടെ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് നോക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ പെൻഡിങ് ആണ്. ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. സോ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാലോ? ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കണം. ഇത് നമ്മള് ബി ആണോ സി ആണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് വേണ്ടേ? സോ ഓരോ നോക്ക്, ചേഞ്ചസ് നോക്ക്. ഇവിടെ മൊത്തം എത്ര സൈഡാ?
7 6 ഇവിടെ 6ലേക്ക് വന്നു. ഇനി അടുത്ത എത്ര സൈഡ് വേണം? 5 സൈഡ് വേണം. 5 സൈഡ് ഉള്ളത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് വരിക. സെറ്റ് അല്ലേ? കാരണം നോക്ക് ഇവിടെ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 1 2 3 4 5 6. ഇനി ഉള്ളിൽ വരുന്നതിൽ എത്ര സൈഡ് വേണം? 5 സൈഡ്. 5 സൈഡ് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 2 ഓപ്ഷനാണ് ഇതും ഇതും. ഈ ഓപ്ഷനിൽ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് എവിടെയാ വരുന്നത്? ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് ഡി വരില്ല. സോ ഓപ്ഷൻ നമ്മുടെ ഏതാ? ബി ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും പോയിന്റ് ഓക്കെ ആണോ? സോ ഇതുപോലെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നോർമലി നമ്മൾ നേരത്തെ പേപ്പർ കട്ടിങ്ങിന് അവിടെ ഐഡിയ മാത്രം പറഞ്ഞു പോയത്. പിന്നെ എനിക്കറിയാം, പിന്നെ മിറർ ഇമേജും വാട്ടർ ഇമേജിന്റെയും ഐഡിയ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ സോൾവ് ചെയ്യാം. സെറ്റ് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതാർക്കും ഡൗട്ട് ഇല്ല. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് റൊട്ടേഷൻ. എവിടെയാണോ ചേഞ്ചസ് വരുന്നത് അത് നോക്കി കാണുക. ഓക്കെ അല്ലേ? സോ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. ചെയ്തോ, വേമറ ഏത് ഉത്തരം വരും? ഓപ്ഷൻ എ, ബി, സി, ഡി. വെരി ഗുഡ്. 1 2 3 4 സൈഡ്, 1 2 3 4 5 6 4 സൈഡ്, 6 സൈഡ്. ഇവിടെ സൈഡ് നോക്കിയാ പോരെ. 1 2 3 4 5 6 7 8 8 സൈഡ്. ഇനി എത്ര സൈഡ് വേണം? 4 6 8 10 സൈഡ് വേണം. ഇവിടെ 5 സൈഡാണ്, 3 സൈഡാണ്, 4 സൈഡാണ്. 1 2 3 4 5 6 7 8 9 10. ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ അല്ലേ? വേറെ പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്. സോ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ്. പെൻഡങ്ങൾ ഇങ്ങനെയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വരച്ചിടാം. ഇങ്ങനെ വന്നു. അടുത്ത കുറിപ്പ് ഇങ്ങോട്ടേക്കാണ്. ഈ പോയിന്റ് ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, സോ ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക്, അടുത്തത് എങ്ങോട്ട്. ചെയ്തോ. ഓക്കെ, നോക്ക്. സോ ഇവിടെ നോക്ക്. ഇത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ പോയിന്റ് ഇങ്ങോട്ടേക്കാണ്, പിന്നെ അടുത്തത് ഇങ്ങോട്ടേക്കായി, ഇങ്ങോട്ടേക്കായി. ഇനി ഏത് എൻഡിലേക്ക് വേണം? ഇനി എന്തായാലും നിങ്ങൾക്ക് അറിയാം ഇങ്ങോട്ടേക്ക് വേണം അല്ലെ? സോ ഇങ്ങോട്ടേക്ക് വേണം. ഇങ്ങോട്ടേക്കുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല, പിന്നെ ഇത് വരും, ഇതുമല്ല. സോ ഇത് വരാം, ഇത് വരാം. 2 ഓപ്ഷൻ പെൻഡിങ് ആണ്. അടുത്ത നോക്കടാ. ഇവിടെ പി ആണ്, ഇവിടെ പി വന്നു, ഇവിടെ ക്യൂ വന്നു. ഇനി നോക്ക്, അടുത്ത ലെറ്റർ വരുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇങ്ങനെയാണ് ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആയിരിക്കും എഴുതേണ്ടി വരിക. സോ ബാക്കി എല്ലായിടത്തും ഇങ്ങോട്ടേക്ക് തന്നെയാണ്. സോ ആ ഐഡി നോക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐഡി നോക്ക്. പി എഴുതി, പിന്റെ നേരെ ഡയഗണലിൽ ക്യൂ എഴുതി. അടുത്ത ലെറ്റർ വരുന്നത് ഈ പിയിൽ നിന്ന് ക്ലോക്ക് വൈസ് മൂവ് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്ക് എത്തി. ഇവിടെ ആർ എഴുതി. ഇവിടെ ആർ എഴുതുമ്പോൾ ഡയഗണലി എന്ത് എഴുതി? എസ് എഴുതി. ഇനി അടുത്ത ലെറ്റർ ടി എവിടെ വരേണ്ടത്? ഈ ആർ എവിടെയാണോ ഇവിടെ നിന്ന് ഡയഗണലി, ഇവിടെ നിന്ന് വീണ്ടും ക്ലോക്ക് വൈസ് മൂവ് ചെയ്തിട്ട് ഈ പോയിന്റിൽ ടി എഴുതി. ഇനി ടി എഴുതി കഴിഞ്ഞാൽ നേരെ ഡയഗണലി യു എഴുതി. ഇനി അടുത്ത വി എവിടെ എഴുതണം? ഇവിടെ നിന്ന് വീണ്ടും ക്ലോക്ക് വൈസ് മൂവ് ചെയ്തിട്ട് ഇവിടെ വി എഴുതണം. ഇവിടെ വി എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഡബ്ല്യു വരണം. സോ ഇവിടെ ഡബ്ല്യു വി ആണ്, ഇതും വരില്ല. സോ ഒറ്റ ഓപ്ഷൻ പെൻഡിങ് ഉള്ളൂ, ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഈ രീതിയിലാണ് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ വരും. ഇത്രയും വരെ ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? പോയിന്റ് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞത് ഡയഗണലി ആണ് വരുന്നത്. പക്ഷെ എങ്ങനെയാ വരുന്നത്? പി ക്യൂ. നെക്സ്റ്റ് ലെറ്റർ ക്ലോക്ക് വൈസ് മൂവ് ചെയ്തു. അടുത്ത പുതിയൊരു എലമെന്റ്, അതാണ് വന്നത് ന്യൂ എലമെന്റ്. ന്യൂ എലമെന്റ് വരുന്നത് ചേഞ്ച് വരുന്നത് എവിടെയാണ്? ഓരോ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എലമെന്റ് പാസ് ചെയ്യുന്നത്. സെറ്റ് ആണോ? സെറ്റ് ആണോടാ? ക്ലിയർ ആണോ? ന്യൂ എലമെന്റ് വരുന്നത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്തോ.
സോ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ റെക്ടാംഗിൾ എവിടെ, റെക്ടാംഗിൾ എവിടെ, റെക്ടാംഗിൾ എവിടെ? സോ റെക്ടാംഗിൾ അടുത്തത് ഇവിടെ വരണം. സോ നോക്കിക്കഴിഞ്ഞാൽ ഇതുമല്ല ഇതുമല്ല, ബാക്കി ഇവിടെ ഇവിടെ ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ സർക്കിൾ ഇവിടെ, സർക്കിൾ ഇവിടെ, സർക്കിൾ ഇവിടെ, ഇനി സർക്കിൾ ഇവിടെ വേണം. സോ ഇതുമല്ല. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ അല്ലേ? സോ വെരി ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, ഏതാണ് വരുന്നത്? ഡി ആണ് പറയുന്നത് അല്ലെ? ഡി 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 ഡി. ഓക്കെ, നോക്കണം. സോ ഇവിടെ എവിടെയൊക്കെയാ വരുന്നത്? ആദ്യം ഇവിടെ സർക്കിൾ വന്നു, ഡാർക്കൻ ചെയ്ത സർക്കിൾ ഇവിടെ വന്നു. ഇനി അടുത്ത് എങ്ങോട്ട് പാസ് ചെയ്തു? ഇങ്ങോട്ട് പാസ് ചെയ്തു. രണ്ടാമത്തത് ഇവിടെ പാസ് ചെയ്തു. ഇനി അടുത്തതോ? അടുത്തത് പാസ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ? അടുത്തത് ഇങ്ങനെ നോക്കിയാ പോരെ. ഇവിടുന്ന് രണ്ടാമത്തേക്ക് മൂവ് ചെയ്തു. ഇനി അടുത്തത് ഇവിടുന്ന് വീണ്ടും ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്തു. ഇവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തി. അടുത്തത് ഇവിടുന്ന് വീണ്ടും ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് ഈ പൊസിഷനിലെത്തി അല്ലെ? ഇനി അടുത്തത് വീണ്ടും ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് ഈ പൊസിഷനിലെത്തി. ഇനി അടുത്തത് സർക്കിൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എങ്ങോട്ടേക്കാ വരേണ്ടത്? എങ്ങോട്ടേക്ക് വരണടാ? ഞാൻ വരയ്ക്കാം. ഇവിടെ 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 ഇവിടെ. സോ ഇവിടെ ഉണ്ടായിരുന്ന ഡാർക്കൻ ചെയ്തത് ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെയാണ് ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് വരേണ്ടത്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതും ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം. ബാക്കി റിമൈനിങ് രണ്ട് ഓപ്ഷൻ. ഇവിടെ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഓരോന്നല്ലേ മൂവ് ചെയ്യുന്നത്. ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി. ഇനി ഈ ഡാർക്കൻ ചെയ്ത ബോളിന്റെ അടുത്ത് ഡാർക്കൻ ചെയ്യാത്ത ബോൾ വരണം. അങ്ങനെ നോക്കുമ്പോൾ ഇതുമല്ല, ഒറ്റ ഓപ്ഷൻ, ഓപ്ഷൻ ഡി. വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. സോ ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും മൂവ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? സെറ്റ് ആണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോടാ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ സാർ, ക്ലിയർ. നെക്സ്റ്റ് ചെയ്തോ. ഓക്കെ, എന്താ വരുന്നത്? എ വരും. സോ ഇവിടെ എ ബി സി. നെക്സ്റ്റ് എന്ത് വരും? എ ബി സി ഡി. എ ബി സി ഡി. ഇതെല്ലാം ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഇനി എവിടെ ചേഞ്ച് വരുന്നത്? ഇവിടെ ചേഞ്ച് വരുന്ന സമയത്ത് ഇവിടെ ഉള്ളിൽ ട്രയാങ്കിൾ ആണ് വരുന്നത്, 3 സൈഡാണ്. ഇവിടെ ഉള്ളില് 5 സൈഡാണ് വരുന്നത്. ഇവിടെ ഉള്ളില് 4 സൈഡ്. ഈ 3, 5, 4 എന്തെങ്കിലും ഒരു പാറ്റേൺ ആണോ? എന്തെങ്കിലും ഒരു പാറ്റേൺ ആണോ നോക്കി കഴിഞ്ഞാൽ അതൊരു പാറ്റേൺ അല്ല. 3, 5, 4 എന്തായാലും ഒരു പാറ്റേൺ ഒന്നുമല്ല. പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ പോയിന്റ്? ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ട്രയാങ്കിൾ ആണ് ഉള്ളിലുള്ളത്. ഇവിടെ എത്തിയ സമയത്ത് ഉള്ളിൽ എന്താ ഉള്ളത്? പെന്റഗൺ ആണ്. ഇവിടെ എന്താ പറയുന്നത്? പെന്റഗൺ ആണ്. ഈ പെന്റഗൺ ഏതാ? എടാ ഈ കേസിൽ ഏറ്റവും പുറത്തുള്ള എലമെന്റ് അല്ലേ ഇവിടെ എത്തിയപ്പോ ഉള്ളിലെത്തിയത്. ഇനി ഇവിടെ ഏറ്റവും പുറത്തുള്ള സ്ക്വയർ ആണ് ഇവിടെ എത്തിയപ്പം ഏറ്റവും ഉള്ളിൽ എത്തിയത്. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ഫിഗറിൽ ഏറ്റവും പുറത്തുള്ള ട്രയാങ്കിൾ ആയിരിക്കണ്ടേ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുമല്ല, ഒറ്റ ഓപ്ഷൻ, ഓപ്ഷൻ എ ആണ് വരിക. മനസ്സിലായോ? ചേഞ്ച് മനസ്സിലായോ? ഈ കേസിൽ ഏറ്റവും പുറത്തുള്ളത് ഇതിന്റെ ഉള്ളിലെത്തി. ഇവിടെ ഏറ്റവും പുറത്തുള്ളത് ഇതിന്റെ ഉള്ളിലെത്തി. ഇവിടെ ഏറ്റവും പുറത്തുള്ളത് അതിന്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ ഓൺലി ഓപ്ഷൻ എ വരും. ക്ലിയർ ആണോ? സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ഏതാ ഉത്തരം? എ ആണ്. ക്ലിയർ അല്ലേടാ? അടുത്തലേക്ക് പോട്ടെ. നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ? അടുത്തലേക്ക് പോട്ടാ.
നെക്സ്റ്റ് ആലോചിക്ക്. വെരി ഗുഡ്. ഏതാ വരുന്നത്? ഓപ്ഷൻ എ, ഓപ്ഷൻ എ. സോ ടി എന്നുള്ളത് ഇങ്ങനെയാണ്, ടി എന്നുള്ളത് ഇവിടെ ഇങ്ങനെയാണ്. ഇവിടത്തെ ഇപ്പൊ തലതിരിഞ്ഞു, ഇവിടത്തെ ഇപ്പൊ തലതിരിഞ്ഞു, ഇവിടെ നിന്ന് ഇപ്പൊ തലതിരിഞ്ഞു. അടുത്ത ടോപ്പിൽ വരണമല്ലോ, അടുത്ത ടി ഇങ്ങനെ വരണമല്ലോ. അടുത്ത ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സോ രണ്ടെണ്ണം ഇങ്ങനെ തന്നെ വരുന്നുണ്ട് അല്ലെ. സോ ഇതുമല്ല ഇതുമല്ല, ഇതും പെൻഡിങ് ആണ്. ഇനി നോക്കടാ, ഇവിടെ ടീന്റെ അടുത്ത് എത്ര ബീഡ് ഉണ്ട്? 2 ബീഡ്. ഇവിടെയും ഈ ടീന്റെ അടുത്ത് 2 ബീഡ് ഉണ്ട്, ഇവിടെയും ഈ ടീന്റെ അടുത്ത് 2 ബീഡ്. സോ ഇവിടെയും 2 ബീഡ്. ഇനി ടോപ്പിൽ നിന്ന് ഇവിടെയും എത്ര ബീഡേ വരാവുള്ളൂ? ഇവിടെയും 2 ബീഡല്ലേ വരാവുള്ളൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 ബീഡ് ഉണ്ട്, ഇവിടെ നോക്കി കഴിഞ്ഞാലോ ഒറ്റ ബീഡേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് വരിക. ഡി അല്ലേ? കൺഫ്യൂഷൻ ആണോ? ഡി അല്ലേ? സോ ആരെങ്കിലും എ പറഞ്ഞിട്ടുണ്ടോ? തെറ്റല്ലേ, ഡി അല്ലേ വരിക. സോ ഇവിടെയും കൃത്യമായിട്ട് നോക്കുക, ഇവിടെ ഒറ്റ ബീഡേ ഉള്ളൂ ടീന്റെ അടുത്ത്. ഈ ടി എന്ന് പറയുന്ന ലെറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ഷേപ്പിന്റെ അടുത്ത് ഒരൊറ്റ ബീഡേ ഉള്ളൂ. അങ്ങനെ അല്ലല്ലോ വരും. ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇവിടെയും 2 ഇവിടെയും 2 ഇവിടെയും 2 ഇവിടെയും 2. സോ ഇനി വരാനുള്ളതും 2 ആയിരിക്കണം. സോ ഓൺലി ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? റൊട്ടേഷൻ നോക്കിയാൽ മതി. വേറെ ഇതിൽ ഉള്ള ഈ ഒരു ബീഡിനൊന്നും യാതൊരു ചേഞ്ചസും ഇല്ല. ഓക്കെ, ഇത് മാത്രമേ മാറുന്നുള്ളൂ, ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്. സോ അടുത്ത ഇത് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ഈസി ക്വസ്റ്റ്യൻ. ഇത് ചെയ്യും. വെരി ഗുഡ്. ബി ബി ബി. ഇവിടെ നോക്ക്, ഐ ജെ 9 10 9 10. അടുത്തത് 11 12. അടുത്ത ഏത് വരണം? 12 13 അല്ലേ? 9 10. സോറി. ഇവിടെ എത്രയാ? 9 വന്നു, 10 വന്നു, അടുത്ത 11 വന്നു, 12 വന്നു, അടുത്ത 13 14 അല്ലേ? എം ഇവിടെ വേണം, എൻ ഇവിടെ വേണം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതുമല്ല ഇതുമല്ല. സോ നിങ്ങൾ ഏത് പറഞ്ഞു? ബി 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 വരുന്നുണ്ട്. എം എൻ. ഇത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. അടുത്ത ടോപ്പിൽ വരണ്ടേ? ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതുമല്ല. സോ ഒറ്റ ഓപ്ഷൻ ഓൺലി ബി വന്നു. വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ബാക്കിയുള്ളത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് ഇത് പറ. ഓക്കെ, ഏതാ വരിക? എ സെഡ് ബി വൈ സി എക്സ്. അടുത്ത ഡി ഡബ്ല്യു ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. എങ്ങനെ വരുന്നത്? ഇതേപോലെയാണ് വരുന്നത്. സോ നോക്കി കഴിഞ്ഞാൽ എ വന്നു, സെഡ് ഓപ്പോസിറ്റ്. ഇനി അടുത്ത ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്തു. ബി വന്നു കഴിഞ്ഞാൽ ഇവിടെ സി. ഇനി അടുത്ത ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്തു. സി വന്നു കഴിഞ്ഞാൽ എക്സ്. ഇനി അടുത്ത ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഇവിടെ വരണം, ഡബ്ല്യു ഇവിടെ വരണം. അങ്ങനെ നോക്കി കഴിഞ്ഞാലോ ഡി ഡബ്ല്യു അല്ല, 2 ഓപ്ഷൻ പെൻഡിങ്. ഇനി സർക്കിൾ ട്രയാങ്കിൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. അടുത്ത റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണം. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും വരില്ല. ഓൺലി ഓപ്ഷൻ ബി ആണ് വരിക. സെറ്റ് അല്ലേ? സോ ഇതാണ് ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കേണ്ടത്. ക്ലിയർ ആണോ? പോയിന്റ് ഒക്കെ ആണോ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്.
ഏതാടാ വരിക? സോ ഇവിടെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. ഇവിടെ ആരോ മാർക്ക് ഇങ്ങോട്ട്. അടുത്തത് ഇങ്ങോട്ടേക്ക് വരണം. ഇങ്ങോട്ടേക്ക് തിരിയുന്നത് 2 ഓപ്ഷൻ, ഓൺലി ഓപ്ഷൻ ബി. വേറെ ഒന്നും നോക്കാനില്ല. അടുത്തത് ഇതേത് വരും? വേം പറ. സോ ഇവിടെ ആരോ മാർക്ക് അത് എത്തിയപ്പോ ഇങ്ങോട്ടേക്ക് കളർ ഇല്ലാണ്ടായി. അടുത്തത് ഇവിടെ എത്തിയപ്പോ കളർ വന്നു, ഇവിടെ എത്തിയപ്പോ കളർ ഇല്ലാണ്ടായി. ഇത് ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? അടുത്ത താഴത്തോട്ട് വരും, കളർ വേണം. സോ ഇതല്ല, ഇനി ഇതുമല്ല, ഇതും വരും അല്ലെ? ഇതും വരും. എ നോക്കി കഴിഞ്ഞാലോ, എ ഇവിടെ. ഇനി അടുത്ത് ഈ എൻഡിൽ വേണം. ഈ എൻഡിൽ വേണം നോക്കി കഴിഞ്ഞാൽ ഓൺലി ഓപ്ഷൻ സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഇവിടെ. ഇനി താഴ്പോട്ടോ അല്ലേ? എ അല്ലേടാ വരിക? ബി ആണോ വരിക? ബി തിരിഞ്ഞു. ഇനി താഴത്തോട്ടല്ലേ വരിക? സോ ഇതല്ലേ വരിക? എ ആണല്ലോ വരിക. എടാ ഇതിന്റെ ഉത്തരം എന്താ? ഞാൻ ചെയ്തത് ശരിയാണോ? ജസ്റ്റ് കമന്റ് ചെയ്തേ. ഞാൻ ചെയ്തത് ശരിയാണോടാ? ശരിയാണോ തെറ്റാണോ? എ ആണോ വരുന്നേ? ഓക്കെ, എ ആണല്ലേ. എല്ലാരും എ പറയുന്നുണ്ട്. സെറ്റ് അല്ലേ? എ ആണല്ലോ വരിക. സോ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചെയ്തോ, ആലോചിക്കും. ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നേ ഉള്ളൂ. നോക്ക് ചെയ്യും. ഓക്കെ. സോ ഇവിടെ നോക്ക്, എ ബി. അടുത്തതോ സി ഡ്രോപ്പ് ചെയ്തു. ഇനി അടുത്ത പുതിയ എലമെന്റ് വരുന്നത് ഇവിടെയാണ്, ഡി. ഇവിടെ ഡി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇ വരും. ഇനി ഡി ഇ. അടുത്ത എഫ് ഡ്രോപ്പ് ചെയ്യണ്ടേ? എടാ അങ്ങനെയല്ലേ വന്നത്? എ ബി വന്നു കഴിഞ്ഞാൽ സി ഡ്രോപ്പ് ചെയ്തു, ഡി വന്നു. ഇനി അടുത്ത ഡി ഇ വന്നു. ഇനി അടുത്തത് എഫ് ഡ്രോപ്പ് ചെയ്ത് ജി വരേണ്ടത് എവിടെയാ? ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് ഇവിടെ ജി വരണം. ഇവിടെ ജി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് വരും? എച്ച് വരും. ഇവിടെ ജി വന്നു കഴിഞ്ഞാൽ എച്ച് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ? ഇതല്ല, ഇതുമല്ല, ഇതും വരും. സോ ബാക്കി പോയി കഴിഞ്ഞാലോ, ഇങ്ങോട്ട് വന്നു. അടുത്ത ഇങ്ങോട്ട് വരണം. ഒറ്റ ഓപ്ഷൻ എ. ബി ആണോ വരുന്നേ? തെറ്റിക്കരുത്. നോക്ക് ബി ആണോ? ഇവിടെ നോക്കണം, ഒന്നുകൂടെ നോക്ക്, ശ്രദ്ധിക്കും. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്ക്, ഈ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് വന്നു കഴിഞ്ഞത് ഇങ്ങോട്ടേക്കാണ്. അടുത്തത് വന്നപ്പോ ഈ എൻഡിലേക്കായി. അടുത്ത സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് എങ്ങോട്ടേക്കേ വരുള്ളൂ? ഈ എൻഡിലായിരിക്കും ഡാർക്കൻ ചെയ്ത ഷെയ്ഡ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതും വരും. ഇതുമല്ല, ഈ ബാക്കിയുള്ള 3 ഓപ്ഷൻ പെൻഡിങ് വരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ എ വന്നു കഴിഞ്ഞു. എ വന്നപ്പോ തൊട്ടടുത്ത എലമെന്റ് ഡയഗണലി പ്ലേസ് ചെയ്തു, ബി വന്നു. ഇനി അടുത്തത് സി ഡ്രോപ്പ് ചെയ്ത അടുത്ത എലമെന്റ് ഏതാ? ഇവിടെ നിന്ന് ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു, ഡി വന്നു. ഇനി ഇവിടെ ഡി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഇ വന്നു. ഇനി അടുത്തത് ആരെ ഡ്രോപ്പ് ചെയ്യണം? എഫ് ഡ്രോപ്പ് ചെയ്യണം. എഫ് ഡ്രോപ്പ് ചെയ്ത് ജി എങ്ങോട്ട് വരണം? ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യണം, ഇവിടെ ജി വരണം. ഇവിടെ ജി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ എച്ച് വരണം. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് പെൻഡിങ് ഉള്ളത്? ഇതുമല്ല. ഏറ്റവും ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ എ. അത് മാത്രമല്ല, വേറൊരു ഐഡിയ കൂടി പറഞ്ഞുതരാം. ഇവിടെ നോക്കണം, ഇവിടെ ഈ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് നിൽക്കുന്നത് ഒറ്റ പോയിന്റ് കൂടെ ശ്രദ്ധിക്കും. ഇവിടുത്തെ പ്ലേസ് വാല്യൂ എത്രയാ? 1, 2. ഡാർക്കൻ ചെയ്ത പ്ലേസ് ഫേസ് ചെയ്യുന്നത് ഏറ്റവും പ്ലേസ് വാല്യൂ കുറവുള്ള ലെറ്ററിനെയാണ്. ഇവിടെ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് ഫേസ് ചെയ്യുന്നത് ഇവിടെ 4, 5. ഡാർക്കൻ ചെയ്തത് ഏതാ? ഏറ്റവും കുറവുള്ള ലെറ്ററിനെ അല്ലേ? അടുത്തത് സ്വാഭാവികമായിട്ട് ഇവിടെ നോക്ക്, ഇവിടെ 11, 10. ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് ഫേസ് ചെയ്യുന്നത് ഏറ്റവും പ്ലേസ് വാല്യൂ കുറവ്. ഇവിടെ നോക്ക്, ഇവിടെയും 7, 8. സോ ഡാർക്കൻ ചെയ്ത പ്ലേസ് എവിടെ ഫേസ് ചെയ്യുന്നത്? ഏറ്റവും കുറവുള്ളത്. സോ അങ്ങനെ നോക്കിയാലും ഓപ്ഷൻ എ തന്നെയാണ് വരിക. മനസ്സിലായോ? എടാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, നല്ല ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് കമന്റ് ചെയ്യണം. സെറ്റ് ആണ്. നെക്സ്റ്റ് ചെയ്തോ.
എ എ എ. ഓക്കെ, സോ 3 ഒന്നിങ്ങോട്ട് തിരിഞ്ഞു. ഇനി 3 അടുത്തത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇതുമല്ല ഇതുമല്ല. സർക്കിൾ സ്ക്വയർ ഇവിടെ വന്നു. സ്ക്വയർ ഇവിടെ, സ്ക്വയർ ഇവിടെ, സ്ക്വയർ ഇവിടെ. ഇനി അടുത്ത സ്ക്വയർ ഇവിടെ വരണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ എ. നെക്സ്റ്റ് 15 ചെയ്. സോ ഇതാട്ടോ. ഇത് അത്ര ഹൈറ്റ് വേണം, രണ്ട് ഒരു ലെങ്ത് തോന്നണ്ട. ഇത് ഹവർ ഹാൻഡും ഇത് മിനിറ്റ് ഹാൻഡും ആക്കി എടുത്താൽ മതി. ഇവിടെ പിന്നെ കൺഫ്യൂഷൻ ഇല്ല, ഇത് സെയിം ലെങ്ത് അല്ല, ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇത് വീണ്ടും ചെറുതാണ്, ഇത് വലുതാണ്. അടുത്തത് ഇത് ഹവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്. ഇനി ഇത് ഹവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്. ചെയ്തോ. ഓക്കെ, സോ പോയിന്റ് ഇവിടെ വരും. ഏതാടാ വരിക? എടാ നോക്ക്, ഇപ്പൊ ഈ കേസിൽ ഹവർ ഹാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹവർ ഹാൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പം എത്ര ഡിഗ്രി തിരിഞ്ഞു? ഒരു 90 ഡിഗ്രി തിരിഞ്ഞില്ലേ? എടാ ഇവിടെ ഉള്ളത് ഇങ്ങനെയായി. സോ ഹവർ ഹാൻഡ് 90 ഡിഗ്രി തിരിഞ്ഞില്ലേ? ഒന്നും മനസ്സിലാകുന്നില്ല. ചൂക്കി ഒന്നുകൂടെ ശ്രദ്ധിക്കടാ. സോ ക്ലിയർ അല്ല എന്ന് പറയരുത് ഇനി. നോക്ക്, സോ ഇതാണ് പിക്ചർ ഉള്ളത്. സോ ഇത് ആക്ച്വലി എന്താ വരുന്നത്? ഇത് ഞാൻ പറഞ്ഞു ഹവർ ഹാൻഡ് ആണ്. ഇത് ഹവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ് ആയിട്ട് എടുക്കും. സോ ഈ ഹവർ ഹാൻഡ് ഇവിടെ എത്തിയപ്പോ എങ്ങനെയായിട്ടുണ്ട്? ഇത് ഹവർ ഹാൻഡും ഇത് മിനിറ്റ് ഹാൻഡും ആയി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സോ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം എല്ലാവരും. സോ ഈ പോയിന്റ് നിന്ന് ഈ ഫിഗറിലേക്ക് എത്തിയപ്പോ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞതാണ് ഹവർ ഹാൻഡ് എന്നുള്ളത് ക്ലിയർ ആണോ അല്ലയോ? വേം പറ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യടാ. ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് നോക്ക്, ഇങ്ങനെ ഉണ്ടായിരുന്ന ഹവർ ഹാൻഡ് ഇങ്ങനെ എത്തി. നോർമലി എങ്ങനെയായിരുന്നുള്ളത്? ഇങ്ങനെയായിരുന്നു ഉള്ളത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആണോ? 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആണോ? 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആണോ? അതെ. ഇനി ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ. ഓൾറെഡി ഹവർ ഹാൻഡ് ഉള്ളത് ഏത് പൊസിഷനിലാണ്? ഈ പൊസിഷനിലാണ് ഉള്ളത്. ഇത് എങ്ങനെയായിട്ടുണ്ട്? ഇത് ഇവിടെ എത്തിയ സമയത്തേക്ക് ഇങ്ങനെയായിട്ടുണ്ട്. ഓൾറെഡി ഉള്ളത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിട്ടുള്ളതായിരുന്നു. സോ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമല്ലോ. 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. ഇനി വീണ്ടും അടുത്ത് നോക്കടാ. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ എത്തണമെങ്കിൽ ഇത് എത്ര ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാവും? 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. ഇനി സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലോ 90 45 90 45 അടുത്ത 90 തിരിയണ്ടേ? 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞാൽ ഹവർ ഹാൻഡ് എങ്ങനെയായിരിക്കും? സ്ട്രൈറ്റ് പൊസിഷൻ ആയിരിക്കും. സോ ഇതല്ല, ഇതുമല്ല, ഇതും പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതും പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഹാൻഡ് നോക്ക്. അടുത്ത ഹാൻഡ് ശ്രദ്ധിച്ചോ. അടുത്ത ഹാൻഡ് ശ്രദ്ധിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഇതില് മിനിറ്റ് ഹാൻഡ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സോ ഓൾറെഡി ഒരു 90ഉം ഒരു 45ഉം, വിച്ച് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കുമല്ലോ മൂവ് ചെയ്തിട്ടുണ്ടാവുക. 135 ഡിഗ്രി ക്ലോക്ക് വൈസ്. സോ ഈ പൊസിഷൻ ഇവിടം വരെ ഒരു 90 ഡിഗ്രി അവിടെയല്ല എത്തിയത്. ഇത് ഓൾറെഡി ഇങ്ങോട്ടല്ല, ഇവിടെ നിന്ന് വീണ്ടും ഒരു 45 ഡിഗ്രി ഉണ്ട്. സോ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ 135. ഇനി ഇവിടെ നോക്കടാ, ഇങ്ങനെ ഉണ്ടായിരുന്നത് എത്ര എത്തിയിട്ടുണ്ട്? ഈ ഓൾറെഡി ഒരു 90ഉം ഒരു 45ഉം, വീണ്ടും ഒരു 135. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ വീണ്ടും 135 അല്ലേ? ഇനി അടുത്തത് വീണ്ടും ഒരു 135 അല്ലേ? ഇനി ഇവിടുന്ന് വീണ്ടും ഒരു 135 അല്ലേ? സ്വാഭാവികമായിട്ടും ഇനി ഒരു 135 തിരിഞ്ഞാൽ എങ്ങനെ വരും? സോ ഹവർ ഹാൻഡ് ഓൾറെഡി ഇങ്ങനെ ഉണ്ടാവും, മിനിറ്റ് ഹാൻഡ് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. സെറ്റ് ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ സി ആണ് വരിക. ഓക്കെ, സി ആണ് വരിക. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ?
സോ ജസ്റ്റ് ഇതേപോലെയുള്ള ഹാൻഡ്സ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലോക്കിലെ ഹാൻഡ്സ് എങ്ങനെയാണോ അതിന്റെ റൊട്ടേഷൻ നോക്കിയാൽ മതി. ഇതിൽ വേറെ ഒരു കീ പോയിന്റും ഇല്ല. ജസ്റ്റ് ഫോക്കസ് റൊട്ടേഷൻ. എന്താണ് നോക്കേണ്ടത്? റൊട്ടേഷൻ ആണ് നോക്കേണ്ടത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, സെറ്റ് അല്ലേടാ? നെക്സ്റ്റ്. സോ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത് സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ്, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, ഡി ഡി ഡി. ഓക്കെ, സോ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത്, സർക്കിൾ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇനി അടുത്ത സ്വാഭാവികമായിട്ടും സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ എവിടെ വരുള്ളൂ? ഇവിടെയേ വരുള്ളൂ. സോ അവിടെ വന്നാൽ മാത്രം പോരാ, ബാക്കിയുള്ള കാര്യം കൂടെ ജസ്റ്റ് നോക്കണം. നോക്ക്, ഇവിടെ ഡാർക്കൻ ചെയ്ത ബോള് അല്ല, ഉള്ളിലുള്ള ബോള് ഫേസ് ചെയ്യുന്ന ആരെയാ? ഉള്ളിലുള്ള ബോള് ഫേസ് ചെയ്യുന്നത് ആരെയാടാ? ഈ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് അല്ലേ? ഇവിടെയും ഉള്ളിലുള്ള ബോള് ഫേസ് ചെയ്യുന്ന ആരെയാ? ഇവിടെയും ഡാർക്കൻ ചെയ്ത ഷെയ്ഡ്, ഇവിടെയും ഡാർക്കൻ ചെയ്ത ഷെയ്ഡ്. സോ സ്വാഭാവികമായിട്ട് ഇവിടെയും ആര് വേണം? ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് വേണം നോക്കാൻ. സോ ഇതുമല്ല, ഇതുമല്ല. ഇവിടെ നോക്കി, ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് ആണോ? അല്ല. ഇവിടെ ഡാർക്കൻ ചെയ്ത ഷെയ്ഡ് അല്ലേ? അല്ല. അതെ, ഓപ്ഷൻ ഡി ആണ് വരിക. വീഡിയോ കട്ട് ആവുന്നു. എല്ലാവർക്കും വീഡിയോ കട്ട് ആവുന്നുണ്ടോ? സോ ജസ്റ്റ് വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? ഇവിടെ ജസ്റ്റ് നോക്കടാ, വീഡിയോ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ ആണ്. അങ്ങനെയാണ് അവന് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ എൻട്രി ചെയ്യണേ. എൻട്രി നടത്തി മതി, ഇപ്പൊ സീൻ ഉണ്ടാവില്ല. സോ ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ നിന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയാം. നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള കാര്യം അതൊന്ന് പറ. നിങ്ങളെ ഞാനിത് 30 സെക്കൻഡ്സ്, വിത്തിൻ 30 സെക്കൻഡ്സ്, 30 സെക്കൻഡ് ഉള്ളിൽ ഞാൻ നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യുന്ന ഐഡിയ പഠിപ്പിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നൊന്ന് പറ. ഇതിൽ ഏത് ഓപ്ഷൻ വരും? ഓക്കെ, സി ഡി ഡി ബി ഓരോ കൺഫ്യൂഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും എക്സാക്ട് വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ
എങ്ങനെയാണ് വിത്തിൻ 30 സെക്കൻഡ്സ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള കാര്യം ശ്രദ്ധിച്ചോ. മൈൻഡ് ജസ്റ്റ് സെറ്റ് ആക്കിക്കോ. നോക്കി ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, ഉത്തരം നോക്കൂ. ഉത്തരം ഇനി എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കും. മൊത്തം എത്ര ബോക്സ് ഉണ്ട് ഇവിടെ? ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്, തേർഡ് ബോക്സ്, ഫോർത്ത്, അഞ്ചാമത്തെ ബോക്സ് ആണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. എത്രാമത്തെ ബോക്സ് ആടാ? അഞ്ചാമത്തെ ബോക്സ്. ഈ അഞ്ചാമത്തെ ബോക്സ് ആണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കടാ, ഇപ്പൊ ഓരോ എലമെന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. ഇവിടെയാണ് യു, അടുത്തതിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ യു എത്തി, ഇനി ഇവിടെ എത്തി, ഇനി അടുത്തതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക പാറ്റേണിലല്ലല്ലോ എലമെന്റ് പാസ് ചെയ്യുന്നേ. ഓരോ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ശരിയാണോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര കാര്യം നോക്കുക. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് രണ്ടാമത്തെ ബോക്സിലേക്ക് എലമെന്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിലേക്ക് എലമെന്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെയുള്ള യു സെക്കൻഡ് ബോക്സ് ആയ സമയത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ ആണോ നിങ്ങൾ നോക്ക്, എസ് തേർഡ് ബോക്സിലെ എസ് ഫോർത്ത് ബോക്സിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ എങ്ങനെയാണോ ഫസ്റ്റ് എലമെന്റ് മൂവ് ചെയ്തത്, ഫസ്റ്റ് ബോക്സിൽ നിന്ന് എങ്ങനെയാണോ സെക്കൻഡ് ബോക്സിലേക്ക് മൂവ് ചെയ്തത്. അപ്പൊ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് എങ്ങനെയാണോ സെക്കൻഡ് ബോക്സിലേക്ക് മൂവ് ചെയ്തത്, അതേ ഐഡിയ വെച്ചിട്ടാണ് സെക്കൻഡ് ബോക്സിൽ നിന്ന് തേർഡ് ബോക്സിലേക്ക് മൂവ് ചെയ്തത്. ശരിയാണോ? സോറി, തേർഡ് ബോക്സിൽ നിന്ന് ഫോർത്ത് ബോക്സിലേക്ക് മൂവ് ചെയ്തു. ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിലേക്ക് എങ്ങനെയാണോ എലമെന്റ് പാസ് ചെയ്യുന്നത്, അതേപോലെയാണ് തേർഡ് ബോക്സിൽ നിന്ന് ഫോർത്ത് ബോക്സിലേക്ക് എലമെന്റ് പാസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോ. ഈ എൽ എന്നുള്ളത് എങ്ങോട്ടേക്ക് എത്തി? എൽ എന്നുള്ളത് ഇങ്ങോട്ടേക്ക് എത്തി. അതേപോലെ തന്നെ അല്ലേ ഈ 9 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്? ഇങ്ങോട്ടേക്ക്. ഇവിടെയുള്ള എല് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അതേപോലെയുള്ള ഇവിടെയുള്ള 9 എങ്ങോട്ട് മൂവ് ചെയ്തു? ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി ഇവിടെയുള്ള 3 എങ്ങോട്ടാ മൂവ് ചെയ്തത്? ഇവിടെയുള്ള 3 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇവിടെ എത്തി. അതേപോലെ തന്നെ ഇവിടെയുള്ള എക്സ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിലേക്ക് എങ്ങനെയാണോ എലമെന്റ് പാസ് ചെയ്യുന്നത്, അതേ ഐഡിയ വെച്ചിട്ടാണ് തേർഡ് ബോക്സിൽ നിന്ന് ഫോർത്ത് ബോക്സിലേക്ക് എലമെന്റ് പാസ് ചെയ്യുന്നത്. ആ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ബോക്സിൽ നിന്ന് തേർഡ് ബോക്സിലേക്ക് എങ്ങനെയാണോ എലമെന്റ് പാസ് ചെയ്യുന്നത്, അതേ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഫോർത്ത് നിന്ന് ഫിഫ്ത്ത് ഫില്ല് ചെയ്താൽ മതി. എടാ നിങ്ങൾക്ക് എലമെന്റ് നിങ്ങൾക്ക് ഏത് ബോക്സ് ഫില്ല് ചെയ്യണത്? ഫിഫ്ത്ത് ബോക്സ് അല്ലേ? അഞ്ചാമത്തെ ബോക്സ് ഫില്ല് ചെയ്യേണ്ടത് അഞ്ചാമത്തെ ബോക്സ് അല്ലേ ഫില്ല് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിലേക്ക് എലമെന്റ് പോകുന്നുണ്ടെങ്കിൽ അതേപോലെയാണോ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തിട്ട് തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത് അഞ്ചാമത്തെ ബോക്സ് അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? സെക്കൻഡ് നിന്ന് തേർഡിലേക്ക് എങ്ങനെയാണോ എലമെന്റ് പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഈ എക്സ് എങ്ങോട്ട് മൂവ് ചെയ്തു? ഈ എക്സ് നേരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഇനി എന്ത് ചെയ്യണം? ഈ എല്ല് പോയിട്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു ലൈൻ കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ല് പോയിട്ട് ഈ എസ് എങ്ങോട്ട് മൂവ് ചെയ്തു? എക്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ എൽ എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. സോ ഇവിടെ 3 ആണ്, ഇത് വരൂല. സോ ബാക്കി നോക്ക്, എൽ എൽ എൽ. സോ അടുത്ത എലമെന്റ് നോക്കാം. ഇവിടെയുള്ള സ്റ്റാർ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എങ്ങോട്ടായി? സോ ഈ സ്റ്റാർ നേരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള സ്ക്വയർ എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. ഇവിടെയുള്ള സ്ക്വയർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. സോ ഇതുമല്ല. ഇതും വന്നു, ഇതും പെയിന്റിങ് വന്നു. ഇനി ഇവിടെ എവിടെയാ മാറ്റം വരുന്നത്? ഇവിടെ ഈ എക്സ് ഇവിടെയുള്ള സ്റ്റാർ ഇവിടെ വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ മതി. ഈ 3 എങ്ങോട്ട് ഇവിടെ എവിടെന്നാ വരുന്നത്? ഇവിടെന്നാ വരുന്നത്. ഈ 3 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഈ എക്സ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തണം. സോ ഇതിന്റെ തൊട്ട് താഴെ എക്സ് വേണം. സോ ഇതുമല്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? സോ സെക്കൻഡ് ബോക്സിൽ നിന്ന് തേർഡ് ബോക്സ് മാത്രം നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ആദ്യം അതിന് മുന്നേ എന്ത് നോക്കണം? ഇവിടെ നിന്ന് ഒരു എലമെന്റ് മൂവ് ചെയ്യുന്ന പോലെയാണോ ഇവിടെ നിന്ന് ഒരു എലമെന്റ് മൂവ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് നോക്കുക? ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മൂവ് ചെയ്തിട്ട് എവിടെയാണോ ഇത് നോക്കുക. അതേപോലെ ഇത് നോക്കിയിട്ട് ഈ ഫോർത്ത് നിന്ന് ഫിഫ്ത്ത് ഫില്ല് ചെയ്താൽ മതി. പോയിന്റ് ക്ലിയർ ആണോ? എക്സാം പോയിന്റ് ക്ലിയർ ആണോ? ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നിങ്ങൾക്ക് 20-25 സെക്കൻഡിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണോടാ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരിക. എടാ പോയിന്റ് ക്ലിയർ ആണ്? ജസ്റ്റ് കമന്റ് ബോക്സ് പറയടാ. പോയിന്റ് ക്ലിയർ ആണ്? ജസ്റ്റ് കമന്റ് ബോക്സ് പറ. സെറ്റ് ആണോ? പോയിന്റ് സെറ്റ് ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? വളരെ നല്ല ലോജിക് ആണ്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ സെക്കൻഡ് ബോക്സ് നിന്ന് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്നും കൂടെ പറയാം. അതുകൊണ്ട് നല്ല മെത്തേഡ് അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോടാ? സെറ്റ് ആണോ? പോയിന്റ് ഓക്കെ ആണോ? സെറ്റ് ആണോ? സോ ഓരോ എലമെന്റും ആ രീതിയിൽ നോക്കിയാൽ മതി. സെറ്റ് അല്ലേ? സോ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും പറയുന്നു, സെക്കൻഡ് ബോക്സിൽ നിന്ന് തേർഡ് ബോക്സിലേക്ക് എങ്ങനെയാണോ എലമെന്റ് പാസ് ചെയ്യുന്നത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോർത്ത് ബോക്സിൽ നിന്ന് ഫിഫ്ത്ത് ബോക്സ് ഫില്ല് ചെയ്താൽ മതി. ഈ ഒരു കാര്യം മാത്രം വീണ്ടും പരിശോധിച്ച് നോക്കുക. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ചെയ്യാം. അതിന് മുന്നേ ഇത് ചെയ്ത് നോക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്. ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി ഈ മെത്തേഡ് വേഗം ചെയ്.
എ എ ഡി വരുന്നുണ്ട് അല്ലെ. നോക്ക്, സോ പി എന്നുള്ളത് എങ്ങോട്ട് മൂവ് ചെയ്തു? ഇങ്ങോട്ട് മൂവ് ചെയ്തു. അതുപോലെയല്ലേ ഈ സ്ക്വയർ എന്നുള്ളത് ഇങ്ങോട്ട് മൂവ് ചെയ്തു. വേറെ ഒന്നും നോക്കണ്ട. ഇനി എന്ത് നോക്കിയാൽ മതി? സെക്കൻഡ് നിന്ന് തേർഡിലേക്ക് എലമെന്റ് പാസ് ചെയ്യുക. സെക്കൻഡ് നിന്ന് എങ്ങനെയാ എലമെന്റ് പാസ് ചെയ്യുന്നത്? ഇനി നോക്ക്, ഇനി തെറ്റിക്കരുത്. സെഡ് എങ്ങോട്ടാ മൂവ് ചെയ്തത്? സെഡ് നേരെ താഴോട്ട് മൂവ് ചെയ്തു. അതേപോലെ ഓ നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. ഇവിടെ പി ആണ്, ഇവിടെ പി ആണ്, ഇവിടെയും ഓ ആണ്. ഇനി അടുത്തത്, ഇവിടെയുള്ള എസ് എന്നുള്ളത് ഇതിന്റെ നേരെ മിറർ ഇമേജ് ആണ് ഇവിടെ കിട്ടിയത്. സോ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ളതിന്റെ നേരെ മിറർ ഇമേജ് ആയിരിക്കും. സോ മിറർ ഇമേജ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യൂല. ഓൺലി ഓപ്ഷൻ എ. വേറെ ഒന്നും നോക്കണ്ട. കൺഫ്യൂഷൻ ഓക്കെയാണ്, സെറ്റ് ആണോ? സോ 20 to 30 സെക്കൻഡിൽ പരിപാടി തീരും. മനസ്സിലായോ? നല്ല ട്രിക്ക് ആണോ? ഐഡിയ മനസ്സിലായോ? സോ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓരോ എലമെന്റിന്റെ റൊട്ടേഷൻ നോക്കരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് മാത്രം നോക്കിയാൽ മതി. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യടാ. റെഡി ആണോ? സെറ്റ് അല്ലേ? ഈ ഒരു ഐഡിയ ആദ്യം അറിയായിരുന്നോ? ഈ ഒരു ഐഡിയ ആദ്യം അറിയായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് SSC എക്സാംസിനൊക്കെ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒന്ന് ഫസ്റ്റ് 1-2 ഡിഫറൻസ് നോക്കണ്ടേ? അത് നോക്കണം. ഫസ്റ്റ് ബോക്സ് ആണോ സെക്കൻഡ് ബോക്സിലേക്ക് എലമെന്റ് പാസ് ചെയ്യുന്നതാണോ നോക്കണം. ഇവിടെ വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെയുള്ള സെഡ് എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? ഇവിടെയുള്ള സെഡ് നേരെ ടോപ്പിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ അല്ലടാ ഇവിടെയുള്ള ഓ നേരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സോ ഫസ്റ്റ് ബോക്സ് സെക്കൻഡ് ബോക്സിലേക്ക് എങ്ങനെയാണോ എത്തുന്നത് അതേപോലെയാണ് തേർഡ് നിന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? ഫോർത്തിലേക്ക് നോക്കേണ്ടത്. നമുക്ക് ഏതാ വേണ്ടത്? ഫോർത്ത് നിന്ന് ഫിഫ്ത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ആരെ നോക്കിയാൽ മതി? സെക്കൻഡ് നിന്ന് തേർഡിലേക്ക് നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ അല്ലേ ആവണി? മുൻപ് കേട്ടിട്ടുണ്ട്. ഓക്കെ ജൂഹി, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് സുധിച്ചി. ചെയ്തോ. ഓക്കെ, ബി ബി ബി. സോ സ്റ്റാർ എങ്ങോട്ട് മൂവ് ചെയ്തു? ഈ സ്റ്റാർ പോയിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അതേപോലെ ഈ ഒരു ഈക്വൽ ടു മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക്. സോ വേറെ ഒന്നും നോക്കണ്ട. സെക്കൻഡും തേർഡിലേക്ക് നോക്കിയാൽ മതി. ഇനി എന്ത് നോക്കിയാൽ മതി? ശ്രദ്ധിക്കടാ. 4 എങ്ങോട്ടാ മൂവ് ചെയ്ത്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഈ വൈ പോയിട്ട് ഈ എൻഡിൽ വേണം. സോ വൈ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സോ രണ്ട് ഓപ്ഷൻ പെൻഡിങ്. ഇനി സ്റ്റാർ നോക്കിയാൽ പോരെ. ഈ ടി എങ്ങോട്ടാ മൂവ് ചെയ്തത്? ഈ ടി നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ അതേപോലെ ഈ സ്റ്റാർ നേരെ പോയിട്ട് ഈ എൻഡിൽ വേണം. സോ ഏത് ഓപ്ഷനും അല്ല, ഇതുമല്ല. ഇവിടെ ഉള്ളത് ടി ആ. സോ ഓൺലി ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? സോ വിത്തിൻ 10 സെക്കൻഡ്സ്, ഓൺലി 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ 1 മിനിറ്റ് ഒന്നും എടുക്കൂല, 10 സെക്കൻഡ്. ഞാൻ ആകെ രണ്ട് കാര്യങ്ങളെ നോക്കിയുള്ളൂ. എവിടെയാണോ ചേഞ്ച് വരുന്നത് മോണിറ്ററിലെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ടാക്കിൾ ചെയ്യാൻ പറ്റും. 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്തത് ഇതേ മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യും. ശരി.
വെരി ഗുഡ്. ഏതാടാ? എക്സ് എങ്ങോട്ട് മൂവ് ചെയ്തു? തൊട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു അല്ലെ? അതേപോലെ അല്ലേ യു ഇങ്ങോട്ട് മൂവ് ചെയ്ത്? വേറെ ഒന്നും നോക്കണ്ട, അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വന്നു. സോ ലവ് എന്നുള്ളത് ലവ് സിമ്പിൾ നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഈ 3 എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ടേക്ക് വേണം. സോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. വേറെ ബാക്കിയുള്ളതോ? സോ അടുത്തത് എക്സ് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ യു എന്നുള്ളത് തേർഡ് എലമെന്റ് ആയിരിക്കണം. സോ യു എന്നുള്ളത് തേർഡ് എലമെന്റ് ആക്കി കഴിഞ്ഞാൽ ഇതുമല്ല ഇതും അല്ല. സോ യു ഇത് വരാം. യു എന്നുള്ളത് തേർഡ് എലമെന്റ് ആണ്. ഇതും പെൻഡിങ്. സോ ഈ എൻഡ് നോക്കിയാൽ പോരെ, ഇവിടെ വരുന്ന എലമെന്റ് എവിടെന്നാ വരുന്നത്? ഇവിടെന്നാ വരുന്നത്. സോ എക്സ് ആയിരിക്കണം താഴെയുള്ളത്. സോ ഓൺലി ഓപ്ഷൻ എ. സെറ്റ് അല്ലേ? ബാക്കിയുള്ള 2-3 നോക്കുക. കൺഫ്യൂഷൻ ഒഴിവാക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്തോ. കണ്ടോ? ഇപ്പൊ എത്ര പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയുന്നത്? ഈ 4 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അതേപോലെ ടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടില്ലേ? സോ സെക്കൻഡ് തേർഡ് കമ്പയർ ചെയ്യും. ഈ ടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഈ എൻഡിൽ ഏത് വരണം? 2 വരണം. സോ ഇവിടെ ടി ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ ബി ആണ്. ഒറ്റ ഓപ്ഷൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ. കണ്ടോ? 5 സെക്കൻഡ് പോരെ? ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രം നോക്കിയാൽ മതി. ഒരൊറ്റ എലമെന്റ് എന്നാണ് എനിക്ക് ഉത്തരം ഓപ്ഷൻ എ കിട്ടിയത്. ഡൗട്ട് ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോടാ? കണ്ടോ? ഇതുപോലത്തെ ഫിഗർ സീരീസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു മെത്തേഡ് അറിയണമെന്നേ ഉള്ളൂ. ഈ ഒരു മെത്തേഡ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, അടുത്തത് ഇവിടെ 4 ഉണ്ട്, അടുത്തത് ഇനി എങ്ങോട്ടുള്ളത്? ഇവിടെ 4 എന്ന് പറഞ്ഞ എലമെന്റേ ഇല്ല. സോ നമുക്ക് ഒരു എലമെന്റ് മാത്രം നോക്കാൻ പറ്റൂല. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് നോർമലി ഇവിടെ ഓരോ എലമെന്റ് റൊട്ടേഷൻ നോക്കാൻ പറ്റില്ല. സോ ഇവിടെ വരുന്ന ലോജിക് ആണ് ഓൾട്ടർനേറ്റ് ലോജിക്. സോ ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു ലോജിക് ആണ് ഓൾട്ടർനേറ്റ് ലോജിക്. സോ ഇനി നിങ്ങൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഫിഗർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. സോ 25 ശരി, ക്വസ്റ്റ്യൻ ചെയ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് കമന്റ് ചെയ്യണം. ഇത് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ നോക്ക്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന? യെസ് ആണല്ലേ? ഓക്കെ, അങ്ങനെയാണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. വേറെ ഏതോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നോക്കാം. ഓക്കെ, ഇതും കൂടെ ചെയ്യും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ചെയ്തേ. ഏതാടാ വരിക? ഡി 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 ഡി. ഓക്കെ, ടി എന്നുള്ളത് എങ്ങോട്ടാ മൂവ് ചെയ്തേ? ടി എന്നുള്ളത് താഴത്തോട്ട് മൂവ് ചെയ്തു. സോ ഇവിടെയുള്ള ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇനി എന്ത് നോക്കിയാൽ മതി? ഇത് നോക്കിയാൽ പോരെ? സോ ട്രയാങ്കിള് താഴത്തോട്ട് മൂവ് ചെയ്തു, സർക്കിള് ഇങ്ങോട്ടേക്ക് പോയി. സോ ഈ ടി എന്നുള്ളത് ഇവിടെ ഒരു ബോക്സ് വരച്ച് ടി ഉള്ളത് ഇങ്ങോട്ട് വരണം, ആരോ മാർക്ക് ഇങ്ങോട്ട് വരണം. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതുമല്ല, ടി ടോപ്പിലല്ലേ? ഇതുമല്ല. സോ ഇതും വന്നു. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഉള്ളത് ടി എങ്ങോട്ട് മൂവ് ചെയ്തു? ഈ എൻഡിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ എത്തി ടി. സോ ഇവിടെയുള്ള ട്രയാങ്കിള് ഈ എൻഡിലേക്ക് പോകണം. ഈ എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഓപ്ഷൻ? ഇതുമല്ല. ഓൺലി ഓപ്ഷൻ നമ്പർ ഡി. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യിപ്പിക്കാം. നമുക്ക് ഒരു മിനിറ്റ്.
സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നിങ്ങൾ ഐഡിയ എന്തൊക്കെ ഐഡിയാസ് വരും നോക്കട്ടെ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്യും. സോ എന്താണ് ഉത്തരം വരിക? സാരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? സോ ശ്രദ്ധിക്ക്, പോയിന്റ് ശ്രദ്ധിച്ചോ. സോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കണം, രണ്ട് ഡാർക്കൻ ചെയ്ത ബോൾ ഉണ്ട്. രണ്ട് ഡാർക്കൻ ചെയ്ത ബോളിനെ രണ്ട് ഡാർക്കൻ ചെയ്ത ബോൾ ഈ സൈഡ് ഉണ്ട്, പിന്നെ ഒരു സ്ക്വയർ ഈ സൈഡ് ഉണ്ട്. ശരിയാണോ? ഇവിടെ ഓക്കെ, രണ്ട് ഡാർക്കൻ ചെയ്ത ബോളും ഇവിടെയും രണ്ട് ഡാർക്കൻ ചെയ്ത ബോളും. ഇവിടെ രണ്ട് സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന് ഈക്വലന്റ് ആയിട്ട് ഒരു ഡാർക്കൻ ചെയ്യാത്ത ബോൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഡാർക്കൻ ചെയ്ത ബോളും ഒരു സ്ക്വയറിനും ഈക്വലന്റ് ആയിട്ട് ഒരു ഡാർക്കൻ ചെയ്യാത്ത ബോളും ഉണ്ട്. ശരിയല്ലേ? സോ ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കണം, ഇവിടെ സംഭവം നടക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ബാലൻസിങ്. എന്താണ് ബാലൻസിങ്? സോ നോർമലി നമ്മൾ റൊട്ടേഷൻ മാത്രം നോക്കാണ്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു ജസ്റ്റ് ഇതുപോലത്തെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, അതിലൊരു ഐഡിയ ആണ് ബാലൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇവിടെ ഒരു സ്ക്വയറിന് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് രണ്ട് ഡാർക്കൻ ചെയ്ത ബോൾ. ഓക്കെ ആണോ? സോ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും മാറ്റം കിട്ടൂല. ഇവിടെ നോക്ക്, ഒരു ഡാർക്കൻ ചെയ്യാത്ത ബോൾ, ഒരു ഡാർക്കൻ ചെയ്യാത്ത ബോൾ എന്തിന് ഈക്വലാ? രണ്ട് സ്ക്വയറിന് ഈക്വലാ. ഒരു സ്ക്വയർ എന്തിന് ഈക്വലാ? രണ്ട് ഡാർക്കൻ ചെയ്ത ബോളിന് ഈക്വൽ ആണെങ്കിൽ ഡാർക്കൻ ചെയ്യാത്ത ബോൾ 4 ഡാർക്കൻ ചെയ്ത ബോളിന് ഈക്വൽ ആവണ്ടേ? 4 ഡാർക്കൻ ചെയ്ത ബോളിന് ഈക്വൽ ആവണ്ടേ? സോ അതേപോലെ തന്നെ ഇവിടെയും ബാലൻസിങ് ആണ്. അങ്ങനെ ബാലൻസ് നടക്കുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഇതാ, ഒരു ഡാർക്കൻ ചെയ്ത ബോള് 4 ഡാർക്കൻ, ഒരു ഡാർക്കൻ ചെയ്യാത്ത ബോൾ 4 ഡാർക്കൻ ചെയ്ത ബോൾ ഈക്വൽ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരിക. പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? വിച്ച് മീൻസ് ഇവിടെ നടക്കുന്ന പോയിന്റ് എന്താണ്? ബാലൻസിങ് ആണ് നടക്കുന്നത്. വെയിറ്റ് ബാലൻസിങ് ചെയ്യുക, വേറൊന്നും ചെയ്യില്ല, വേറൊന്നുമില്ല. ഓക്കെ ആണോ? സോ ക്വസ്റ്റ്യൻ മനസ്സിലായോടാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോടാ? സോ എവിടെയാണോ വെയിറ്റ് ബാലൻസ് ആവുന്നത് അതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. വേറെ പ്രത്യേകിച്ച് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ്സ് ഉണ്ടല്ലോ, ഏത് റൊട്ടേഷൻ, ആ കാര്യങ്ങൾ വെച്ച് ഒഴിവാക്കിയിട്ട് പുതിയൊരു എന്താണ് ഒരു സോർട്ട് ഓഫ് ലോജിക് ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. യൂസ്ഫുൾ ആയിരുന്നോടാ? സോ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചോ? സോ ഇത്രയാണ് നോൺ വെർബൽ റീസണിങ്. നമ്മൾ എന്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട്? മിറർ ഇമേജ് കവർ ചെയ്തു, വാട്ടർ ഇമേജ് കവർ ചെയ്തു, പിന്നെ ഇതേപോലെ ഫിഗർ സീരീസും കവർ ചെയ്തു. സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതാണ്. ആ രീതിയിൽ ടാക്കിൾ ചെയ്തെടുക്കുക. സെറ്റ് അല്ലേടാ? ഓക്കെ ആണോ? യൂസ്ഫുൾ? ഓക്കെ. സോ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ടും കാണാം. സോ ഒരുപാട് നമ്മൾ റീസണിങ് ക്ലാസ്സസ് കവർ ചെയ്തിട്ടുണ്ട്. വാട്ട്സ് നെയിം? എന്റെ പേര് അക്ഷയ് എന്നാണ്, അക്ഷയ്. ഓക്കെ. സോ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ എക്സാം വളരെ നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ് പുതിയ ടോപ്പിക്കായിട്ടും കാണാം. ബൈ.